ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്കെന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. ഞാനതിൻ്റെ 2-ാം ഭാഗം മാത്രം വായിക്കുന്നു. മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. ദൈവമേ, എന്തുകൊണ്ട് ഈ ഒരു സാധനം എൻ്റെ മുമ്പിൽ വന്നു? ദൈവമേ, എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യം എൻ്റെ മുമ്പിൽ വന്നു? ദൈവമേ, എന്തുകൊണ്ട് ഈ ഒരു വിഷയം എൻ്റെ മുമ്പിൽ വന്നു? ദൈവമേ, എന്തുകൊണ്ട് ഈ ഒരു വ്യക്തി എൻ്റെ മുമ്പിൽ വന്നു? ദൈവമേ, എന്തുകൊണ്ട് ഈ ഒരു ജന്തു എൻ്റെ മുമ്പിൽ വന്നു? ഒറ്റ മറുപടി കർത്താവിന് പറയാനുണ്ട്. നീ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാനാണ് നിന്റെ മുമ്പിൽ ഞാനത് വരുത്തി തന്നത്. ആമേൻ. നീ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ നിന്റെ മുമ്പിൽ വരുത്തി. അവ നിന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പരീക്ഷിക്കാനല്ല, അവയിൽ നിനക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നോക്കാനല്ല. പകരം ആ പ്രതിസന്ധിക്ക് നീ എന്ത് പേരിടും? ആ വെല്ലുവിളിക്ക് നീ എന്ത് പേരിടും? ആ ജന്തുവിന് നീ എന്ത് പേരിടോ? ആ പ്രശ്നത്തിന് നീ എന്ത് പേരിടോ? ആ വെല്ലുവിളിക്ക് നീ എന്ത് പേരിടോ? അത് കാണാനാണ് ഞാൻ നിന്റെ മുമ്പിൽ അതിനെ വരുത്തിയത്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നങ്ങളുടെ പിമ്പിൽ ഒരു ശാപമല്ല, പൂർവിക പാപങ്ങളല്ല. പകരം പറഞ്ഞാട്ടെ, നീ അതിനെന്ത് പേരിടുമെന്ന് കാണാനാണ് ദൈവം നിന്റെ മുമ്പിൽ വരുത്തിയത്. പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടിട്ട് ശിഷ്യന്മാർക്ക് 2 ചോദ്യങ്ങൾ ചോദിപ്പാനുണ്ടായിരുന്നു. ഗുരു, പറഞ്ഞു തരണോ, ഇത് ഇവന്റെ പാപമാണോ, ഇവന്റെ പൂർവികരുടെ പാപമാണോ? പാപം മുഖാന്തരം വന്ന ശാപമാണോ ഇവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? കർത്താവ് പറഞ്ഞു, മനുഷ്യൻ മുജ്ജന്മ ശാപമെന്നും മുജ്ജന്മ സുഹൃതമെന്നും പറഞ്ഞ് കാര്യങ്ങളെ തിരിക്കുമ്പോൾ, മനുഷ്യൻ അമേൻ പൂർവിക ശാപമെന്ന് പറഞ്ഞ് കാര്യങ്ങളെ തിരിക്കുമ്പോൾ, ഞാൻ പറയുന്നു, ഇത് ഇന്നലകളുടെ ശാപമല്ല, ഇവന്റെ പ്രതിസന്ധി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനുള്ള ഇടമാണ്. ഇന്ന് പകൽക്കാലം ഇന്നിന്റെ പ്രശ്നങ്ങളെ, ഇന്നിന്റെ അവസ്ഥകളെ, ഇന്നിന്റെ വെല്ലുവിളികളെ, ഇന്നിന്റെ സാഹചര്യങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, this is not a traditional hereditary curse or blockade or bondage. പക്ഷേ ഇത് ദൈവ മഹത്വം വെളിപ്പെടുവാനുള്ള സംഗതിയാണ്, സാഹചര്യമാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് it's for the glory of God, it's for the manifestation of His glory. നിന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധിയെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയിട്ട്, നിന്റെ മുമ്പിൽ ഒരു വിഷയത്തെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയിട്ട്, മനുഷ്യൻ അതിനെന്ത് പേരിടുമെന്ന് നോക്കാനല്ല ദൈവം നിൽക്കുന്നത്. നിനക്കൊരു കഷ്ടം വന്നിട്ട് അയൽക്കാരതിലെന്തു പറഞ്ഞുവെന്നല്ല ദൈവം ശ്രദ്ധിക്കുന്നത്. നിനക്കൊരു പ്രതിസന്ധി വന്നിട്ട് നിന്റെ ചുറ്റുപാടിലുള്ളവർ എന്തു പറഞ്ഞുവെന്നല്ല ദൈവം അന്വേഷിക്കുന്നത്. നിന്റെ പ്രതിസന്ധികളിൽ നീ അതിനെന്ത് പേർ വിളിക്കാം? എന്നിട്ട് ആ വാക്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. എന്ന് പറഞ്ഞാൽ നിന്റെ പ്രതിസന്ധിക്ക്, നിന്റെ വിഷയത്തിന്, നിന്റെ സാഹചര്യത്തിന് നാട്ടുകാർ പറയുന്നതല്ല പേരാകാൻ പോകുന്നത്. നീ പറയും, അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കാം. നിന്റെ കഷ്ടതയെ നോക്കി മനുഷ്യൻ ശാപമെന്നോ ന്യായവിധിയെന്നോ ഗതികേടെന്നോ പറഞ്ഞേക്കാം. പക്ഷെ നീ അതിനെ നോക്കി എന്ത് കൽപ്പിക്കുന്നുവോ, നീ അതിനെ നോക്കി എന്തു പറയുന്നുവോ, ചരിത്രം അവരന്റെ വാക്കുകളെ അല്ല രേഖപ്പെടുത്താൻ പോകുന്നത്. ചരിത്രം നിന്റെ പ്രവാചക അധികാരത്തിൽ, നിന്റെ അഭിഷേകത്തിൽ, നിന്റെ വിശ്വാസത്തിൽ നീ പ്രഖ്യാപിക്കുന്നതിനെ ചരിത്രം രേഖപ്പെടുത്തും. Open your prophetical voice. Lift your voice of faith and declare what you want to be heard. നാളെ ചരിത്രത്തിൽ എന്തെഴുതണമെന്ന് നീ പ്രഖ്യാപിക്കുക.
നാളെ ലോകം എന്തു പറയണമെന്ന് നിന്റെ വിശ്വാസത്തിന്റെ ശബ്ദം, നിന്റെ അകത്തു കിടക്കുന്ന പ്രവാചക ശബ്ദം അത് നിർണയിക്കട്ടെ. ഇന്നിന്റെ എൻ്റെ സാഹചര്യത്തിന് ഞാനൊരു പേര് വിളിക്കും, ആ പേർ ലോകം ഏറ്റുവിളിക്കും. ഇന്നിന്റെ എൻ്റെ വിഷയത്തിന് ഞാനൊരു പേർ വിളിക്കും, ലോകം അത് ഏറ്റുവിളിക്കും. ലോകം വിളിക്കുന്നതിനെ നീ ഏറ്റുവിളിക്കത്തില്ല, നീ വിളിക്കുന്നതിനെ ലോകം ഏറ്റുവിളിക്കും. അതരം തുറന്ന് പറഞ്ഞേ, ലോകം പറയുന്നതിനെ ഞാൻ ഏറ്റു പറയത്തില്ല, ഞാൻ പറയുന്നതിനെ ലോകം ഏറ്റുപറയും. വിശ്വസിക്കുന്നവർ മാത്രം അധരം തുറന്നു പറഞ്ഞേ, ലോകം പറയുന്നതിനെ ഞാൻ പറയത്തില്ല, ഞാൻ പറയുന്നതിനെ ലോകം പറയാ. നീ മരിച്ചു പോകുമെന്ന് ലോകം പറയും, പക്ഷെ ഞാനത് സമ്മതിക്കത്തില്ല. ഞാൻ ജീവിക്കുമെന്ന് ഞാൻ പറയും, ലോകം അത് കണ്ടിട്ട് അവൻ ജീവിച്ചുവെന്ന് പറയാ. ഇവൻ തകർന്നുവെന്ന് ലോകം പറയും, പക്ഷെ ഞാൻ പറയത്തില്ല, ഞാൻ അത്ഭുതമെന്ന് വിളിച്ചു പറയും. ലോകം അത് സംഭവിച്ചത് കണ്ടിട്ട് പറയും, ഇറ്റ്സ് ദ മിറക്കിൾ. നിന്റെ അകത്തു കിടക്കുന്ന പ്രവാചകൻ ഉണർന്നു വരട്ടെ, നിന്റെ അകത്തു കിടക്കുന്ന പ്രവാചകൻ ഉണർന്നു വരട്ടെ. അന്യഭാഷകളിൽ ശബ്ദമുയർത്തി സംസാരിച്ചു തുടങ്ങി. നിന്റെ അകത്തു കിടക്കുന്ന അഭിഷേകം നീ പറയുന്നത് ദേശങ്ങൾക്ക് പേരാകും, നീ പറയുന്നത് സാഹചര്യങ്ങൾക്ക് പേരാകും, നീ പറയുന്നത് അവസ്ഥകൾക്ക് പേരാകും. യെസ്, ഇസ്രായേലിനെതിരെ അമാലേക്കൻ യുദ്ധത്തിന് കടന്നു വന്നു. ഇസ്രായേലിനെതിരെ അമാലേക്കൻ യുദ്ധത്തിന് കടന്നു വന്നു. ഇസ്രായേലിൻ്റെ ആദ്യകാലത്തിലെ ഫൈറ്റൊക്കെ ഇസ്രായേലിന് നേർക്കുനേർ നിന്നല്ല ഫൈറ്റ് ചെയ്തിരുന്നത്, പകരം അവൻ്റെ പിറകിൽ നിന്നായിരുന്നു ഫൈറ്റ് വന്നുകൊണ്ടിരുന്നത്. ആമേൻ. അവനെതിരായി ഫെലിസ്ത്യൻ ചെങ്കടലിൻ്റെ തീരത്ത് അവൻ്റെ പിന്നണിയിൽ അവനെ പിൻഗമിക്കുകയാണ്. അവനെ പിൻഗമിക്കുന്ന ഇടത്ത് ദൈവം അവനെ തകർത്തു കളഞ്ഞു. എന്നാൽ ദൈവം അവനെ തകർത്തു കളഞ്ഞിട്ട് ദൈവം അവൻ്റെ അടുക്കൽ ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് വാഗ്ദത്തം നൽകി. ശരിയാണ്, പിന്നണിയിൽ വന്ന് ആക്രമിക്കുന്ന ഈജിപ്ഷ്യനെ, മിസ്രൈമിനെ അവൻ ഒരിക്കലും കണ്ടില്ല. എന്നാൽ മുൻപോട്ട് പോകുമ്പോൾ റഫീദീമിലേക്ക് അടുത്തു വരുമ്പോൾ അമാലേക്കൻ അവൻ്റെ പിന്നണിയിൽ പിന്നെയും ആക്രമിക്കുകയാണ്. ഒരു പ്രശ്നം മാറി, പക്ഷേ അടുത്ത പ്രശ്നം വരുന്നു. ഒരു രോഗം മാറി, പക്ഷേ അടുത്ത രോഗം വരുന്നു. ഒരു ക്രൈസിസ് മാറി, പക്ഷേ അടുത്ത ക്രൈസിസ് വരുന്നു. ഒരു ശത്രു മാറി, പക്ഷേ അടുത്ത ശത്രു രണ്ടാണ്, പക്ഷേ സ്ട്രാറ്റജി സെയിം ആണ്. ശത്രു പലതാണ്, പക്ഷെ പദ്ധതി സെയിം. പദ്ധതിക്കകത്ത് പിന്നണിയിൽ ആക്രമിക്കാൻ വന്ന ഫറവോന്യ രഥങ്ങൾക്ക് പകരം ഇപ്പോൾ അമാലേക്യ ശക്തികൾ ആയി എന്ന് മാത്രം. പക്ഷേ പർവ്വതത്തിന്റെ മുകളിൽ ചെങ്കടലിന്റെ മുമ്പിൽ ചെങ്കടലിന് നേരെ വടി നീട്ടി പിടിച്ച മോശെ ഇപ്പൊ പർവ്വതത്തിന്റെ മുകളിൽ ഉയരത്തിലേക്ക് വടി നീട്ടി പിടിക്കുകയാണ്. പ്രശ്നങ്ങളുടെ നേരെ മാത്രമല്ല എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയോ. പ്രതിസന്ധികളെ നോക്കി മാത്രമല്ല എനിക്ക് പ്രവചിക്കാൻ കഴിയുന്നത്, സ്വർഗത്തിലേക്ക് നോക്കി എനിക്ക് സംസാരിക്കാൻ കഴിയോ. വെല്ലുവിളികളുടെ നടുവിൽ മാത്രമല്ല എൻ്റെ അന്യഭാഷകൾ ക്രിയാത്മകമാകുന്നത്, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൗമമണ്ഡലത്തിലെ യുദ്ധങ്ങളെ മാത്രമല്ല, എൻ്റെ ആത്മമണ്ഡലത്തിലെ ഡിവൈൻ കണക്ഷനുകളെ, ദൈവിക ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നത് കൂടെയാണ് എൻ്റെ അന്യഭാഷകൾ, എൻ്റെ സംഭാഷണങ്ങൾ. ചെങ്കടലിന്റെ നേരെ നീട്ടി നിന്ന വടി ഇപ്പോൾ ഇതാ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. Holy Spirit. Amen. മോശ പർവ്വതത്തിൻ്റെ മുകളിൽ സ്വർഗത്തിലേക്ക് കരമുയർത്തി നിന്നോ. ചില മണിക്കൂറുകൾ കഴിഞ്ഞ് അമാലേക്ക് പരാജയപ്പെട്ടുവെന്ന വാർത്തയെ അറിയുമ്പോൾ സ്തോത്ര, അതിൻ്റെ 15-ാം വാക്യം, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ, പുറപ്പാട് 17-ന്റെ 15-ൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മോശെ ഒരു യാഗപീഠം പണിതോ, അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടോ. അമാലേക്ക് യുദ്ധം ചെയ്ത സ്ഥലമെന്നല്ല അതിൻ്റെ പേർ, ഞാൻ വടിപൊക്കി പിടിച്ചു നിന്ന ഇടമെന്നല്ല അതിൻ്റെ പേർ, യഹോവ എൻ്റെ കൊടി എന്ന്.
അമാലേക്ക് യുദ്ധം ചെയ്ത സ്ഥലത്തിന് അമാലേക്കിന്റെ പോർക്കളം എന്നല്ല പേർ. യഹോവ എന്റെ കൊടിയെന്ന്. അമാലേക്ക് നീ വന്ന് യുദ്ധം ചെയ്തെന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് നിന്റെ പേരിടത്തില്ല. അമാലേക്ക് നീ പുറകിൽ വന്ന് ആക്രമിച്ചെന്ന് പറഞ്ഞ് നിന്റെ പേരവിടെ എഴുതപ്പെടത്തില്ല. പകരം ഞാനൊരു വെറും വടി പൊക്കി പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് അവൻ വടി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന്. അല്ല, അദൃശ്യ മണ്ഡലങ്ങളിൽ ആ വടിക്ക് മീതെ ഒരു കൊടിയുണ്ടായിരുന്നു. യഹോവ എന്റെ കൊടി. ഞാൻ പർവ്വതത്തിന്റെ മുകളിൽ വടി പിടിച്ചു നിൽക്കുകയായിരുന്നില്ല, ഞാൻ പർവ്വതത്തിന്റെ മുകളിൽ കൊടി പിടിച്ചു നിൽക്കുകയായിരുന്നു. മോശ പറയുകയാണ്, ഞാൻ പോരാട്ട പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കൂടെയുള്ള അഹരോനും ഹൂരും കരുതിക്കൊണ്ടിരുന്നത്. നോ, ഞാനവിടെ പോരാട്ട പ്രാർത്ഥനയല്ല ചെയ്തുകൊണ്ടിരുന്നത്, ഞാനവിടെ അധികാര പ്രാർത്ഥനയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാനുഷിക കണ്ണുകളിൽ എൻ്റെ കയ്യിൽ ഒരു വടിയാണ് ഉയർന്നു നിന്നതെങ്കിൽ ആത്മമണ്ഡലത്തിൽ ഞാനൊരു കൊടിയാണ് ഉയർത്തിപ്പിടിച്ചത്. ഇന്ന് പകൽ നീ തിരിച്ചറിയണോ, നിന്റെ അമാലേക്കിന്റെ പോർക്കളങ്ങൾക്ക് അമാലേക്കിന്റെ പോർക്കളമെന്നല്ല പേർ വിളിക്കുന്നത്. യഹോവ എൻ്റെ കൊടി. നീ എന്ത് പേരിടും? നീ എന്ത് പേരിടും? നീ എന്ത് പേരിടോ? ഇന്ന് പകൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ എന്ത് പേരിടോ? നീ എന്ത് പേരിടോ? ആമേൻ. പുറപ്പാട് പുസ്തകം 17 അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. റഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. 2 പേരുകൾ അവിടെ ഇടാം. ഒന്നുകിൽ ആ സ്ഥലത്തിന് മുൻപ് വിളിച്ചുകൊണ്ടിരുന്നത് പോലെ റഫീദീം എന്ന് തന്നെ പേർ വിളിക്കാം, അല്ലെങ്കിൽ അമാലേക്കിന്റെ യുദ്ധക്കളം എന്ന് പേർ വിളിക്കാം. പക്ഷേ റഫീദീം എന്നല്ല, അമാലേക്കിന്റെ യുദ്ധക്കളം എന്നല്ല. പകരം മോശെ അതിന് പേർ വിളിച്ചത് ഇതിനെയും റഫീദീം അല്ല, ഇത് അമാലേക്കിന്റെ യുദ്ധക്കളവുമല്ല, ഇത് ദൈവം കൊടിയായി നിൽക്കുന്ന ആരാധനയുടെ യാഗപീഠത്തിന്റെ സ്ഥലം. ജീസസ്, ജീസസ്, ജീസസ്. 15-ാം വാക്യത്തിൽ മോശ യുദ്ധം കഴിഞ്ഞ് റഫീദീമിൽ നിന്ന് പോവുകയാണ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിനെ പിന്നെയും വിശദീകരിക്കാം. യുദ്ധം കഴിഞ്ഞു പോകുന്ന സ്ഥലത്ത് എന്തായിരിക്കും പിന്നീട് ഒരുത്തൻ വന്നാൽ കാണാൻ കഴിയുന്നത്? എറിയപ്പെട്ട ആയുധങ്ങൾ, തകർക്കപ്പെട്ട പടകൾ. പക്ഷെങ്കിൽ റഫീദീമിൽ നിന്ന് മോശ പുറപ്പെട്ടു പോകുമ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ മണ്ണിൻ്റെ ചിത്രമല്ല അവിടെ ശേഷിപ്പിച്ചിട്ട് പോയത്. പകരം താൻ അവിടെ ഒരു യാഗപീഠം പണിതു, താൻ അവിടെ ഒരു ആരാധനാ സ്ഥലം പണിതു. എന്നിട്ട് പറഞ്ഞോ, ഇത് ഞങ്ങൾ അമാലേക്കുമായി യുദ്ധം ചെയ്ത സ്ഥലമല്ല, ഇത് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ച സ്ഥലമാണ്. നിന്റെ പ്രതികൂലങ്ങൾ പ്രതികൂലത്തിൻ്റെ തലങ്ങളെന്ന് നീ പറയത്തില്ല, നീ ഒത്തിരി പ്രാർത്ഥിച്ച സ്ഥലം എന്ന് പറയും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പിശാചിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. 2026 നിന്നെ ഏറ്റവും കഷ്ടപ്പെടുത്തിയ വർഷമെന്ന് പറയണമെന്ന്. പക്ഷേ നിന്റെ അഭിഷേകം അതിനെ തിരിച്ചു. 2026 നീ ഏറ്റവും പ്രാർത്ഥിച്ച വർഷം, നീ ഏറ്റവും ഉപവസിച്ച വർഷം, നീ ഏറ്റവും ദൈവശബ്ദം കേട്ട വർഷം, നീ ഏറ്റവും കൃപ പ്രാപിച്ച വർഷം. നിന്റെ യുദ്ധഭൂമികൾ യാഗഭൂമികളായി മാറ്റപ്പെടട്ടെ. നിന്റെ യുദ്ധഭൂമികൾ യാഗഭൂമികളായി മാറ്റപ്പെടട്ടെ. അമാലേക്കിന്റെ പോർക്കളങ്ങൾ യാഗപീഠങ്ങളായി വെളിപ്പെടട്ടെ. എൻ്റെ ജീവിതത്തിലെ ചില വർഷങ്ങളുണ്ട് ഞാൻ ഒരിക്കലും മറക്കാത്തത്. ഉറക്കമില്ലാത്ത രാത്രികളും ആശങ്ക മാത്രം ഇരുട്ടു വീഴ്ത്തിയതായ പകലുമുള്ളതായ എൻ്റെ നല്ല യൗവനത്തിൻ്റെ പ്രാരംഭ വർഷങ്ങൾ. പക്ഷെങ്കിൽ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴോ അതെൻ്റെ പ്രതികൂലത്തിൻ്റെ വർഷങ്ങളല്ല, അതെൻ്റെ സങ്കടത്തിൻ്റെ വർഷങ്ങളല്ല. ആ വർഷങ്ങളിലാണ് തിരുവെഴുത്തിൻ്റെ വെളിപ്പാടുകൾ എൻ്റെ മുൻപാകെ തുറന്നു വന്നത്. ആ രാത്രിയുടെ യാമങ്ങളാണ്
ദൈവം വാക്യത്തിൻ്റെ വാക്കുകൾ മാത്രം പറഞ്ഞ് എന്നോട് സംസാരിച്ച് വചനത്തിൻ്റെ വെളിപ്പാടുകൾ എൻ്റെ അന്തരംഗത്തിൽ കത്തി. അഭിഷേകത്തിനകത്ത് വചനം കണക്ട് ആകുമ്പോൾ ദൃശ്യമണ്ഡലങ്ങളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം എൻ്റെ അടുക്കൽ ഇന്നും അഭിഷക്തനെ നീ കണ്ട ഓർമ്മയുള്ള നിന്റെ ഹൃദയത്തിൽ നിന്ന് മായാത്ത ദർശനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയുവാൻ കഴിയുന്ന 3 ദർശനങ്ങളുണ്ട്. ആ 3 ദർശനങ്ങളും ഞാൻ കണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ അതിതീവ്രതയേറിയ അഗ്നിശോധനയുടെ പ്രതിസന്ധിയുടെ നാളുകളിലാണ്. ആ പ്രതിസന്ധി എനിക്കിന്ന് വിവരിക്കാൻ അറിയത്തില്ല. പക്ഷേ ആ ദർശനത്തിൻ്റെ വള്ളിപുള്ളി തെറ്റാതെ ആ ദർശനം അതുപോലെ പറയാൻ ഇന്നും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. കാരണം ഞാൻ പറയാ, അതെന്റെ പ്രതികൂലത്തിന്റെ സീസൺ ആയിരുന്നില്ല. അതെന്റെ ദർശന മണ്ഡലങ്ങൾ, അതെന്റെ വെളിപ്പാടിന്റെ തലങ്ങൾ. റഫീദീം നിന്റെ യുദ്ധഭൂമിയല്ല, റഫീദീം നിന്റെ യാഗഭൂമിയാണ്. റഫീദീം നിന്റെ യുദ്ധക്കളമല്ല, റഫീദീം നിന്റെ പ്രാർത്ഥനയുടെ ആരാധനയുടെ കളമാണ്. 2026 പിശാചിനൊരു സ്ട്രാറ്റജി കാണും. നിന്നെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തി, നിന്നെ ഏറ്റവും കൂടുതൽ ഇച്ഛ വരപ്പിക്കുമെന്ന്. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഈ അവൻ്റെ പദ്ധതികളെ തിരിച്ചുകൊണ്ട് നീ ഏറ്റവും വെളിപ്പാട് പ്രാപിക്കുന്ന, കൃപ പ്രാപിക്കുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത് അവൻ ചിന്തിച്ചതുപോലൊക്കെ നടക്കും. പക്ഷെ ഒരല്പം ട്വിസ്റ്റ് വരുമെന്നേ ഉള്ളൂ. നിന്നെ പുറം ലോകം കാണിക്കാത്ത ഒരു വർഷമെന്ന് അവൻ പറയും. പക്ഷേ അത് നീ ദൈവ സാന്നിധ്യത്തിൻ്റെ ചിറകിൻ്റെ മറവിനകത്തിരിക്കുന്ന വർഷമായിരിക്കും. ഒരു മനുഷ്യ ശബ്ദവും നിന്നെ കേൾപ്പിക്കാത്ത വർഷമെന്ന് അവൻ നിന്നോട് പറയും. പക്ഷെ അത് നീ ദൈവ ശബ്ദം കേൾക്കുന്ന സീസണുകളായിരിക്കും. ലോകം നിന്നെ തള്ളിപ്പറയുന്ന സംവത്സരങ്ങളെന്ന് പറയാ, പക്ഷെ സ്വർഗം നിന്നെ ചേർത്ത് പിടിക്കുന്ന സംവത്സരങ്ങളെന്ന് നീ അതിനെ മാറ്റി പറയാ. മനുഷ്യൻ നിനക്കെതിരായി നിന്ന ഇടങ്ങളെന്ന് ലോകം നിന്നെ കുറിച്ച് പറയാ, പക്ഷെ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് ശത്രുവിന്റെ ചെകിട്ട തടിച്ച് അവന്റെ അണപ്പല്ലുകൾ തകർത്ത വർഷമെന്ന് നീ വിളിച്ചു പറയോ. ശത്രു ഇട്ടതല്ല പേരാകാൻ പോകുന്നത്, നീ പറയുന്നതാണ് പേരാകാൻ പോകുന്നത്. ഇന്ന് പകൽ കരമടി ചതരം തുറന്ന് പറഞ്ഞ്, ഞാനൊരു അഭിഷക്തനാണ്, എൻ്റെ മേലൊരു അധികാരം കിടപ്പുണ്ട്. ഞാനൊരു അഭിഷക്തനാണ്, എൻ്റെ മേലൊരു ദൈവാധികാരം കിടപ്പുണ്ട്. ഉറപ്പുള്ളവർ മാത്രം അന്യഭാഷകളിൽ ജീസസ്. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിൻ്റെ 19 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിൻ്റെ 19 വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. ആ പട്ടണത്തിന് ലൂസ് എന്നും പറയുമെന്നല്ല പറഞ്ഞത്. വൺസ് ഒരിക്കൽ അതെന്തായിരുന്നെന്നറിയാമോ? ലൂസ് അറ്റ് ദ ഫസ്റ്റ്. പക്ഷേ യാക്കോബ് അതിൻ്റെ പേര് മാറ്റി അതിന് ബഥേൽ എന്ന് പേർ വിളിച്ചോ. ഇന്ന് പകൽ നീ വിളിക്കുന്നതായിരിക്കും ഇനി മുതൽ ലോകം അറിയുന്ന പേർ. ആമേൻ. ലോകം അറിയുന്ന പേർ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അതിനകത്ത് ഒരു ഭാഗത്തെ സാവകാശം പറയാം. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചോ. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു. ലൂസ് എന്ന പേരിനെ തിരുത്തി എഴുതിക്കൊണ്ട് അതിന് ബഥേൽ, ദൈവത്തിൻ്റെ ഭവനം, സ്വർഗത്തിൻ്റെ വാതിൽ എന്ന് താൻ പേർ വിളിച്ചു. ആ പേരിനെ സ്വർഗം അംഗീകരിച്ചു. എന്താണ് അതിൻ്റെ കാരണമെന്നറിയാമോ? അതിൻ്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരു ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 7 വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെല്ലാം ആ വാക്യം ഒന്ന് വായിച്ചേ. കുഞ്ഞുങ്ങളെല്ലാം ആ വാക്യം, ആമേൻ, ഡിസ്പ്ലേയിൽ നോക്കി ആ വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പദൻ അരാമിലേക്ക് പോയി. കുഞ്ഞുങ്ങളെല്ലാം എന്നോട് ചേർന്ന് പറഞ്ഞേ. യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച്
പദൻ അരാമിലേക്ക് പോയി. യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പദൻ അരാമിലേക്ക് പോയി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പ്രത്യേകിച്ച് ഞാൻ കുഞ്ഞുങ്ങളുടെ അടുക്കൽ പറയട്ടെ, നീ അപ്പനെയും അമ്മയെയും അനുസരിച്ച് ഒരു വഴിക്ക് പോയാൽ, ദൈവം നിന്റെ മേലാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തരെ, ദൈവം നിന്റെ മേലാക്കി വെച്ചിരിക്കുന്ന മാതാപിതാക്കളെ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മയെയോ, നിന്നെ വേദനപ്പെട്ട് വളർത്തിയ നിന്റെ അപ്പനെയോ നീ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ, അനുസരിക്കുന്നവൻ വിളിക്കുന്നത് പേരായി മാറ്റപ്പെടോ. അനുസരിക്കുന്നവൻ വിളിക്കുന്നത് പേരായി മാറ്റപ്പെടോ. ആമേൻ. യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പദൻ അരാമിലേക്ക് പോയി. എൻ്റെ സഹോദരങ്ങളെ, പദൻ അരാമിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ മനോഹരമായിരിക്കുന്ന യാത്രയല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. ബേർഷേബ എന്ന വാക്കിൻ്റെ അർത്ഥം വെൽ ഓഫ് കവനന്റ്, ഉടമ്പടിയുടെ കിണർ. അമേൻ. വറ്റാത്ത ഉറവ്, നനവുള്ള ഇടമെന്നാണ്. എന്നാൽ ഹാരാൻ എന്ന വാക്കിൻ്റെ അർത്ഥം പാർച്ച്ഡ് ലാൻഡ്, വരണ്ട് കീറിയ സ്ഥലമെന്നാണ്. അപ്പൻ്റെയും അമ്മയുടെയും വാക്ക് കേട്ടവൻ എവിടേക്കാണ് പോയതെന്നറിയാമോ? നീരോട്ടമുള്ള സ്ഥലത്ത് നിന്ന് വരണ്ട സ്ഥലത്തേക്ക് പോയി. അവൻ പോകുന്ന വഴിക്ക് സൂര്യൻ അസ്തമിച്ചോ, അവൻ പോകുന്ന വഴിക്ക് എവിടെയെന്നറിയാതെ അവൻ ഒരിടത്ത് കിടന്നു. പക്ഷേ അന്ന് രാത്രി ദൈവം അവനൊരു എൻകൗണ്ടർ നൽകി. ഞാൻ പറയട്ടെ, സാഹചര്യങ്ങളെ നോക്കാതെ, ആമേൻ, സാഹചര്യങ്ങളെ നോക്കാതെ നിയോഗങ്ങളെ അനുസരിക്കാൻ ഒരുത്തൻ ഇറങ്ങി പുറപ്പെട്ടാൽ, നീ വിളിക്കുന്ന ഇടത്തിന് നീ വിളിക്കുന്ന പേര് വിളിക്കപ്പെടും. ഇന്ന് പകൽ എത്ര പേർ ആത്മീയ വെളിപ്പാടിനെ ഉൾക്കൊള്ളുന്നു? ആമേൻ. യാക്കോബ് ഹാരാനിലേക്ക് പോയി. പക്ഷെ പോയ വഴിയിൽ ദിശയറിയാത്ത, ദിക്കറിയാത്ത ഒരിടത്ത് കല്ല് പെറുക്കി കൂട്ടിക്കിടന്നുറങ്ങിയ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യമായി കണ്ട സ്ഥലത്തിന് അവനൊരു പേർ വിളിച്ചു. ബേഥേൽ എന്ന് പേർ വിളിച്ചു. അതിന് പേരായി തീർന്നു. കാരണം അവൻ അപ്പനെയും അമ്മയെയും അനുസരിച്ച് പുറപ്പെട്ടവനായിരുന്നു. നാം പലപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ, യാക്കോബിൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങി വരാൻ എന്താ കാര്യം? യാക്കോബിന് ദൈവം എൻകൗണ്ടർ നൽകാൻ എന്താ കാര്യം? യാക്കോബിനോട് ദൈവം ഇങ്ങനെ ഇറങ്ങി വന്ന് ദൂതന്മാരെ അയച്ച് സംസാരിക്കാൻ എന്താ കാര്യം? കാരണം ഒന്നേ ഉള്ളൂ, അവൻ്റെ യാത്ര അനുസരണത്തിൻ്റെ യാത്രയായിരുന്നു. ഇഫ് യു ബിഗിൻ വിത്ത് ആൻ ഒബീഡിയൻസ്, ദ ലോർഡ് ഷാൽ വെയിറ്റ് യു ആൻഡ് ഷാൽ ഗിവ് യു ആൻ എൻകൗണ്ടർ. അനുസരണത്തിൽ ആരംഭിക്കുന്നവൻ വഴിത്തലയ്ക്കൽ ദൈവത്തെ കണ്ടുമുട്ടോ. അനുസരണത്തിൽ പുറപ്പെടുന്നവന് ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഉണ്ട്. എൻകൗണ്ടർ കണ്ടവൻ വിളിക്കുന്നത് പേരായി മാറ്റപ്പെടോ. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയാം, അനുസരിച്ച് പുറപ്പെടുന്നവൻ എൻകൗണ്ടർ ഉണ്ടാകും. എൻകൗണ്ടർ ഉണ്ടാകുന്നവൻ വിളിക്കുന്നത്, എൻകൗണ്ടർ ഉണ്ടാകുന്നവൻ വിളിക്കുന്നത് അത് പേരായി മാറ്റപ്പെടോ. യാക്കോബ് വിളിച്ചത് പേരായി. എൻ്റെ സഹോദരങ്ങളെ, യാക്കോബ് ഒരു വാക്ക് കയറി അങ്ങ് പറഞ്ഞു, ഇത് ബേഥേൽ, ഇവിടെ യാഗപീഠം പണിയും, ഇവിടെ ദൈവത്തിൻ്റെ ആലയം പണിയുമെന്നൊക്കെ. പക്ഷെ വാസ്തവത്തിൽ ദൈവത്തിന് അങ്ങനെ ഒരു പർപ്പസ് എന്തില്ലായിരുന്നു? ബേഥേലിനെ സംബന്ധിച്ച് ദൈവത്തിന് അങ്ങനെ ഒരു പർപ്പസ് ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി യെരൂശലേമിൻ്റെ സിയോൻ പർവ്വതത്തിൽ ആലയം പണിയാനാണ്. പക്ഷേ ആവേശത്തിൽ യാക്കോബ് കയറി ഒരു ഡയലോഗ് പറഞ്ഞു, ഇവിടെ ദൈവത്തിൻ്റെ ആലയം വരുമെന്ന്. ദൈവത്തിൻ്റെ പ്രൊജക്റ്റിനകത്ത് ഇല്ലാത്ത കാര്യം യാക്കോബ് കയറി പറഞ്ഞു. പക്ഷേ ദൈവം അത് എൻ്റെ പ്രൊജക്റ്റിൽ ഇല്ലാത്ത വിഷയം ആണ് എന്ന് പറഞ്ഞ് ദൈവം എന്ത് ചെയ്തില്ല? തള്ളിക്കളഞ്ഞില്ല. എൻ്റെ പ്രൊജക്റ്റിൽ ഇല്ലാത്ത വിഷയമാണെന്ന് പറഞ്ഞ് ദൈവം തള്ളിക്കളഞ്ഞില്ല. പകരം നീണ്ട കാലങ്ങൾക്ക് ശേഷം യെരൂശലേമിൽ ദൈവാലയം പണിതതിന് അനന്തരം, ശ്രദ്ധിച്ച്, യെരൂശലേമിൽ ദൈവാലയം പണിതതിന് അനന്തരം ശലോമോൻ്റെ മകനായ രഹബയാമിൻ്റെ കാലത്ത് ഇസ്രായേൽ രണ്ടായി തിരിഞ്ഞു. ഇസ്രായേൽ രണ്ടായി തിരിഞ്ഞപ്പോൾ യഹൂദനും ബെന്യാമീനും ലേവിനും യെരൂശലേം ദൈവാലയത്തിൽ സിയോൻ പർവ്വതത്തിൽ അബ്രഹാമിൻ്റെ യാഗമണ്ണിനകത്ത് ആരാധിക്കുമ്പോൾ ബാക്കി 10 ഗോത്രങ്ങളും എവിടെയാണ് ആരാധിച്ചതെന്നറിയാമോ? ബേഥേലിൽ അവർ ആരാധിക്കുവാൻ തുടങ്ങി. ശമര്യ തലസ്ഥാനമായി പണിത ഇസ്രായേലിൻ്റെ തെക്കൻ വടക്കൻ രാഷ്ട്രങ്ങൾ പിന്തിരിയുമ്പോൾ ശമര്യ തലസ്ഥാനമായ ഇസ്രായേൽ, എഫ്രൈം എന്ന് വിളിക്കപ്പെട്ടവൻ എവിടെ ആരാധിക്കാൻ തുടങ്ങി? ബേഥേലിൽ ആരാധിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രൊജക്റ്റിൽ ഇല്ലാത്തതായിരുന്നിട്ട് പോലും ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? യാക്കോബിൻ്റെ വാക്കിനെ അംഗീകരിച്ചോ. യാക്കോബ് വിളിച്ചത്
പേരായി മാറ്റപ്പെട്ടോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ വിളിക്കുന്നത് പേരാകും, നീ വിളിക്കുന്നത് ചരിത്രമായി മാറ്റപ്പെടോ. പക്ഷേ യാക്കോബിന്റെ മേളിൽ ഈ ഒരു അധികാരം വന്നത് യാക്കോബിന്റെ അനുസരണത്തിന്റെ യാത്രയിലായിരുന്നു. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തിന്റെ അടുക്കൽ പറയട്ടെ, അനുസരണത്തിന്റെ യാത്രയ്ക്കകത്താണ് ദൈവ പദ്ധതികൾ വെളിപ്പെടുന്നത്. മൂസിയയ്ക്കും ബിദുന്യയ്ക്കും യാത്ര പുറപ്പെടുവാൻ നിൽക്കുന്ന പൗലോസിന്റെ യാത്രയെ പരിശുദ്ധാത്മാവ് വിലക്കുമ്പോൾ, ആമേൻ, ആ നാളുകൾ എവിടേക്ക് പോകണമെന്നറിയാതെ തൻ്റെ സ്വന്തം മുറിക്കകത്ത് ഒതുങ്ങുന്ന പൗലോസിന്റെ അടുക്കൽ രാത്രിയുടെ യാമങ്ങൾ താണ്ടിപ്പോകുമ്പോൾ ദർശനത്തിൽ മാസിഡോണിയക്കാരനായ ഒരു പുരുഷൻ വന്ന്, നീ ഞങ്ങളുടെ അടുക്കലേക്ക് വരിക എന്ന് പറയുമ്പോൾ, ആമേൻ, അടയപ്പെട്ട മൂസിയയിലേക്കോ ബിദുന്യയിലേക്കോ പിന്നെയും ഒന്ന് മുട്ടി വിളിക്കാതെ, ആമേൻ, തുറക്കപ്പെട്ട മാസിഡോണിയൻ ഡോറിനകത്ത്, കേൾക്കപ്പെട്ട മാസിഡോണിയൻ കോളിനകത്ത് പൗലോസ് ചലിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് നൽകുന്ന നിയോഗത്തെ അനുസരിക്ക്. എത്ര വില കൊടുത്തായാലോ, എത്ര വെല്ലുവിളി ഉള്ളതായിരുന്നാലോ, അവൻ്റെ നിയോഗത്തിന് നീ വില കൊടുത്ത് അനുസരിക്കുമെങ്കിൽ, അവൻ്റെ നിയോഗത്തെ നീ അനുസരിക്കുമെങ്കിൽ, യു ഷാൽ ബി എ ഹിസ്റ്ററി മേക്കർ. നീ വിളിക്കുന്നത് പേരായി മാറ്റപ്പെടും. നീ വിളിക്കുന്നത് പേരായി മാറ്റപ്പെടോ. ആമേൻ, 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 ആമേൻ. എൻ്റെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായം, അവിടെ പൗലോസ് ഈശാനമൂലൻ അടിച്ച് തകർന്നു മാറുന്ന കപ്പലിനകത്തിരുന്ന് മാലുമിയുടെ അടുക്കലും കപ്പലുടമസ്ഥൻ്റെ അടുക്കലും പറയുന്നതായ ഒരു വാക്കുണ്ട്. ശ്രദ്ധിച്ചേ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 21-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 27-21. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, ഭയങ്കര ഫാസ്റ്റിംഗ് ആണ്, 21-40 നീണ്ട ഫാസ്റ്റിംഗ്, ഭയങ്കര പട്ടിണി കിടപ്പ. എന്താ പട്ടിണി കിടക്കുന്നത്? ഞാൻ പട്ടിണി കിടന്ന് എന്തെങ്കിലും ഒക്കെ സാധിക്കാം. പട്ടിണി കിടന്നവരുടെ നടുവിൽ പൗലോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ വാക്ക് അനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതിരിക്കുകയും ഇരിക്കേണ്ടതായിരുന്നു. അമേൻ. ഇവിടെ ശ്രദ്ധിച്ചേ, അമേൻ, ഇവിടെ ശ്രദ്ധിച്ചേ, അമേൻ. കഷ്ടനഷ്ടങ്ങൾ അനുസരിക്കുന്നവൻ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കുകയില്ല. അനുസരിക്കുന്നവൻ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കുകയില്ല. അല്ല, പൗലോസ് പറയുകയാണ്, അനുസരിച്ച് നിങ്ങൾ യാത്ര പുറപ്പെട്ടിരുന്നെങ്കിൽ, അനുസരിച്ച് പുറപ്പെടാതിരുന്നെങ്കിൽ കഷ്ടതകളും നഷ്ടതകളും നിങ്ങൾക്ക് സമ്പാദ്യമാകാതിരുന്നേനെ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ, അഭിഷക്ത വാക്കുകൾക്ക്, നിയോഗത്തിൻ്റെ വാക്കുകൾക്ക്, കൃപയുടെ വാക്കുകൾക്ക്, ആമേൻ, ഞാൻ അനുസരിക്കോ. അനുസരണക്കേടിൻ്റെ കഷ്ടനഷ്ടങ്ങൾ ഞാൻ സമ്പാദിക്കുകയില്ല. അനുസരണക്കേടിൻ്റെ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കുകയില്ല. ഇന്ന് പകൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യൗവനക്കാരോടൊക്കെ പറയട്ടെ, സാഹചര്യങ്ങളെ നോക്കി ഏദേൻ തോട്ടം പോലെ കണ്ട സൊദോമിനെ തെരഞ്ഞെടുത്ത ലോത്തിനെ പോലെ ക്ഷണികമായ പദ്ധതികൾ നിന്റെ കാലടികൾ വയ്ക്കരുത്. പകരം അബ്രഹാമിനെ പോലെ വാഗ്ദത്തങ്ങൾക്ക്, നിയോഗങ്ങൾക്കനുസരിച്ച് നീ യാത്ര പുറപ്പെടുമെങ്കിൽ നീ കഷ്ടത്തെ സമ്പാദിക്കത്തില്ല, നീ നഷ്ടത്തെ സമ്പാദിക്കത്തില്ല. പകരമോ അനുസരിച്ച് യാത്ര പുറപ്പെടുന്നവൻ ഒരു പേര് വിളിച്ചു, ആ പേര് നിറവേറുകയും ചെയ്തു. സ്തോത്രം. നമ്മളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തമായിരിക്കാം ശരി, നമ്മുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തമായിരിക്കാം ശരി, പക്ഷേ ദൈവത്തിൻ്റെ ടൈമിങ്ങിൽ മാത്രമേ, ദൈവത്തിൻ്റെ ആലോചനയിൽ മാത്രമേ അത് ചെയ്യാവൂ. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നമ്മുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തമായിരിക്കാം, പക്ഷേ വാഗ്ദത്തത്തിൻ്റെ സമയത്ത് മാത്രമേ കാര്യങ്ങളിൽ ചലിക്കാവൂ. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ മോവാബ് സമഭൂമിയിൽ നിന്ന് വെച്ച് മോശെ ഹോരേബ് തുടങ്ങിയുള്ള ചരിത്രം പറയുകയാണ്. ആ ഹോരേബ് തുടങ്ങിയുള്ള ചരിത്രം താൻ പറഞ്ഞു വരുമ്പോൾ, അവിടെ ഇസ്രായേലിനെ 12 പ്രഭുക്കന്മാരെ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അയച്ചു. കനാൻ ദേശം ഒറ്റുനോക്കിയിട്ട് അവർ തിരിച്ചു വന്നിട്ട് മോശയുടെ അടുക്കൽ പറഞ്ഞു, അവിടെ അനാക്കിൻ്റെ പുത്രന്മാരെ ഞങ്ങൾ കണ്ടോ, ആ ദേശം പെരുപ്പവും ബലവുമുള്ള ജാതികളുടേതാണ്, ഞങ്ങൾ അവരുടെ മുൻപാകെ വെട്ടുക്കിളികളെ പോലെ തോന്നി, ഞങ്ങൾക്കത് പിടിച്ചടക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു.
മോശ ദൈവത്തിൻ്റെ അടുക്കൽ വിഷയം പറഞ്ഞു. മോശയുടെ അടുക്കൽ ദൈവം പറഞ്ഞു, മോശെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ് എനിക്ക് നിന്നോട് പറയാനുള്ളതെന്നറിയാമോ? ഇവർ പറഞ്ഞില്ലേ ഇവരുടെ പിള്ളാരെ ശത്രു കൊണ്ടുപോകുമെന്ന്. ആ പിള്ളാരെ ഞാൻ ആ ദേശത്തെത്തിക്കും. പക്ഷേ അതിനെനിക്ക് കുറച്ച് സമയം വേണം. ആ സമയത്തിന് വേണ്ടി ഇവർ തിരിച്ച് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് പോകാൻ പറയാൻ പറഞ്ഞു. 1-ാം അധ്യായം 40-ാം വാക്യം, ആവർത്തന പുസ്തകം 1-ാം അധ്യായം 40-ാം വാക്യം. നിങ്ങൾ തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവം പറഞ്ഞു. ആമേൻ. യോർദാന്റെ തീരത്ത് കനാനെ കണ്ണെത്തുന്ന ദൂരത്ത് കാണുന്ന ഇസ്രായേലിൻ്റെ അടുക്കൽ മോശ പറയുകയാണ്. ഇസ്രായേലിൻ്റെ അടുക്കൽ പറയാൻ ദൈവം മോശയുടെ അടുക്കൽ പറഞ്ഞു, വേണ്ട, വാഗ്ദത്തത്തെ പിടിക്കണ്ട, തിരികെ നടക്ക്. കുറച്ചും കൂടെ നീ വിശുദ്ധീകരിക്കപ്പെടാനുണ്ട്, കുറച്ചും കൂടെ നീ ശരിയാകാനുണ്ട്, കുറച്ചും കൂടെ എനിക്ക് നിന്നെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, നീ തിരിയാൻ പറഞ്ഞോ. 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 41-ാം വാക്യത്തിൽ പറയുകയാണ്, അതിന് നിങ്ങൾ എന്നോട്, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഞങ്ങൾ പോയി യുദ്ധം ചെയ്യുമെന്ന്, യുദ്ധം ചെയ്യും എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ യുദ്ധായുധം ധരിച്ച് പർവ്വതത്തിൽ കയറുവാൻ തുനിഞ്ഞു. 42-ാം വാക്യം, എന്നാൽ യഹോവ എന്നോട്, നിങ്ങൾ പോകരുത്, യുദ്ധം ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ ഇടയിലില്ല, ശത്രുക്കളോട് നിങ്ങൾ തോറ്റുപോകുമെന്ന് അവരോട് പറക എന്ന് കൽപ്പിച്ചോ. 43-ാം വാക്യം, അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞോ. മോശ ഇസ്രായേലിൻ്റെ അടുക്കൽ പറഞ്ഞോ, കനാനിലേക്ക് പോകണ്ട എന്ന്. കനാനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് യോർദാൻ്റെ തീരത്ത് കൊണ്ടുവന്ന് നിർത്തിയ മോശെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അടുക്കൽ പറയുക, നിങ്ങൾ കനാനിലേക്ക് പോകണ്ട. എന്താ പ്രശ്നം? അവർ പറഞ്ഞു, അവിടെ അനാക്കിൻ്റെ മല്ലന്മാരുണ്ട്, ഞങ്ങൾക്ക് പേടിയാണെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് പേടിയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൂടെ ഞാൻ നിന്നെ മരുഭൂമിയിൽ കൊണ്ടുപോയി അവിടെ നിന്നെ താമസിപ്പിച്ചിട്ട് തിരികെ നിന്നെ കനാനിൽ കയറ്റാം. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇല്ലില്ല, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അന്നേരത്തെ ഒരു ഇമോഷനകത്ത് പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾ പോകാം, ദൈവം പറഞ്ഞതുപോലെ യുദ്ധം ചെയ്യാമെന്ന്. പെട്ടെന്ന് ദൈവം മോശയുടെ അടുക്കൽ പറഞ്ഞു, മോശെ അവരുടെ അടുക്കൽ പറയണം, പർവ്വതത്തിൽ കയറരുത്, യുദ്ധം ചെയ്യരുത്, പോകരുത്, അവിടെ ഇരിക്കാൻ പറയാൻ പറഞ്ഞു. മോശ വന്ന് പറഞ്ഞു, ഇല്ല, നിങ്ങൾ പോകരുത്, യുദ്ധം ചെയ്യരുത്. അവർ പറഞ്ഞില്ല, ഞങ്ങൾ ഓരോരുത്തരും ആയുധവർഗം ധരിച്ചു, ഞങ്ങൾ പ്രിപ്പയറായി, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ പോകും. ഞങ്ങൾ പ്രിപ്പയറായി, അതുകൊണ്ട് ഞങ്ങൾ പോകും. നിങ്ങളുടെ സമയവും സൗകര്യമൊന്നും ഞങ്ങൾക്ക് നോക്കാൻ വയ്യ, ഞങ്ങൾ പ്രിപ്പയറായി, ഞങ്ങൾ പോകും. അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ കേൾക്കാതെ യഹോവയുടെ കൽപ്പന മറുത്തു. പറഞ്ഞതാരാ? മോശെ. അനുസരണക്കേട് കാണിച്ചതാരോടാ? ദൈവത്തോട്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, നിന്റെ മാതാപിതാക്കളെ നീ അനുസരിക്കാതിരിക്കുമ്പോൾ നീ അവരെ അല്ല, പകരമോ ദൈവത്തെയാണ് അനുസരിക്കാതിരിക്കുന്നത്. ദൈവം നിന്റെ മേൽ ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരുടെ വാക്കുകളെ നീ മുറിക്കുമ്പോൾ നീ മറികടക്കുന്നത്, നീ തെറിപ്പിക്കുന്നത്, നീ മറുക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളോടാണ്. മറുത്ത് അഹമ്മദിയോടെ പർവ്വതത്തിൽ കയറി. അടുത്ത ഭാഗം 44-ാം വാക്യത്തിൽ പറയുന്നത്, സെയീരിൽ ഹൊർമാവര് ഒരു തേനീച്ച ഓടിക്കുന്നത് പോലെ നിങ്ങൾ ഓടി ചിതറിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തെ അനുസരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നവൻ ചിതറപ്പെടത്തില്ല. അഹമ്മദിയോടെ എന്നാൽ പിന്നെ ഞാൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് തിരക്കിട്ട് കയറരുത്. വെയിറ്റ് ഫോർ ദ ലോർഡ്, വെയിറ്റ് ഫോർ ദ ലോർഡ്. നിങ്ങൾ തന്നെയല്ലേ മോശ പറഞ്ഞത് കനാനി പോകാൻ, എന്നിട്ട് ഇപ്പം വാക്ക് മാറ്റി പറയരുത് തിരിച്ചു പോകാമെന്ന്. മോശേ, നിങ്ങളിങ്ങനെ കൂടെ കനാനി പോകാമെന്നും പറയും, പിന്നെ കുറെ കഴിയുമ്പം പറയുകയാണ് ഇപ്പോൾ ഉടനെ കനാനിലോട്ട് പോകണ്ട, മരുഭൂമിയിലേക്ക് പോകാൻ. അങ്ങനെയൊന്നുമില്ല. ഞങ്ങളന്നേരം പറഞ്ഞെങ്കിലും ഞങ്ങളങ്ങ് പോയി, ഞങ്ങളങ്ങ് ചെയ്തോളാമെന്നേ, ഞങ്ങളങ്ങ് ചെയ്തോളാം. ഒരു യുദ്ധത്തിലെ പരാജയം മാത്രമല്ല സംഭവിച്ചത്. അതിൻ്റെ 45-ാം വാക്യം കണ്ടോ? നിങ്ങൾ മടങ്ങി വന്ന് യഹോവയുടെ മുൻപാകെ കരഞ്ഞു, പക്ഷേ യഹോവ നിങ്ങളുടെ നിലവിളി കേട്ടില്ല, നിങ്ങളുടെ അപേക്ഷയ്ക്ക് ചെവി തന്നതുമില്ല എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തു.
ദൈവം അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഡിസൊബീഡിയൻസ് ബ്രേക്സ് ദ കണക്ഷൻ വിത്ത് ഗോഡ്. അനുസരണക്കേട് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർത്തു കളയും. He will not hearken to your voice. He will not listen to you. ദൈവം കേട്ടില്ല. എന്നിട്ട് അടുത്ത 46-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? അങ്ങനെ നിങ്ങൾ കാദേശിൽ പാർത്ത ദീർഘകാലമൊക്കെയും അവിടെ താമസിക്കേണ്ടി വന്നു. പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചുവെന്നറിയാമോ? അവിടെ തന്നെ അതേ അഭിഷേകം, അതേ അന്യഭാഷ, അതേ ലെവൽ, അതേ അവസ്ഥ. ജീവിതത്തിനകത്ത് എന്ത് സംഭവിച്ചില്ല? അടുത്ത സ്റ്റെപ്പിലേക്ക്, സ്പിരിച്വാലിറ്റിയുടെ അടുത്ത ലെവലിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. കൃപാവരങ്ങളുടെ അടുത്ത ലെവലിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. അഭിഷേകത്തിൻ്റെ അധികാരത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ശുശ്രൂഷയുടെ അടുത്ത ലെവലിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഫിനാൻഷ്യൽ ലെവലിൻ്റെ അടുത്ത ലെവലിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. എവിടെ നിന്റെ ലെവലുകൾ ബ്ലോക്കായി, നിന്റെ മുന്നേറ്റം തടയപ്പെട്ടോ, ഇന്നു പകൽ പറഞ്ഞാട്ടെ, യാക്കോബിനെ പോലെ ഞാൻ അനുസരണത്തിൽ യാത്ര പുറപ്പെടും. അബ്രഹാമിനെ പോലെ അനുസരണത്തിൽ ഞാൻ യാത്ര പുറപ്പെടും. ജീവിതത്തിൽ എവിടെയാണ് നമ്മൾക്ക് എവിടെയാണ് ഡിസൊബീഡിയൻസ് കയറി വരുന്നതെന്നറിയാം? രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം, ഏലിയ പ്രവാചകൻ എടുത്തുകൊള്ളപ്പെട്ടിട്ട് അനന്തരം എലീശ മടങ്ങി വരികയാണ് യെരിഹോവിൻ്റെ പട്ടണത്തിലേക്ക്. യെരിഹോവിലേക്ക് എലീശ കടന്നു വന്നപ്പോൾ ഏലിയാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ കടന്നു വന്നു. പ്രവാചകന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ യജമാനൻ ഏലിയാവ് എവിടെ? എലീശ ഇങ്ങനെ സാഹചര്യം മുഴുവനും പറഞ്ഞു. ചുഴലിക്കാറ്റ് വന്നു, ഏലിയാവിനെ എടുത്തുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്കൊരു സംശയം, അവർക്ക് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരൊരു ആശയം പറഞ്ഞു, ഒരു പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഏലിയാവിനെ എടുത്ത് വല്ല മലയിലോ താഴ്വരയിലോ കൊണ്ടുപോയി എന്ത് ചെയ്തേക്കാം? ഇട്ടിരുന്നേക്കാം. ഇവര് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്ത് വല്ല മലയിലോ താഴ്വരയിലോ കൊണ്ടിടുമെന്ന്. പക്ഷെ ഇന്ന് ഞാൻ പറയാം, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വസ്തനാണ്. അവൻ വല്ല മലയിലും താഴ്വരയിലും കൊണ്ടിടാനല്ല എന്നെ പൊക്കിയത്. എലീശ പറഞ്ഞു, ഏലിയാവിൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഏലിയാവിൻ്റെ ദൈവം എലീശയെ പൊക്കി അപ്പുറത്തെ മലയിലും ഇപ്പുറത്തെ താഴ്വരയിലും കൊണ്ടിടത്തില്ല. കൊണ്ടെത്തിക്കേണ്ട സുരക്ഷിത സ്ഥാനത്ത് തന്നെ എന്ത് ചെയ്യും? കൊണ്ടെത്തിച്ചിരിക്കും. പക്ഷെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്താണ് പ്രശ്നമെന്നറിയാമോ? 16-ാം വാക്യം, 15-ാം വാക്യത്തിൻ്റെ അവസാനം, അവനെ എതിരേറ്റ് ചെന്നു, അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. ഇപ്പോഴും സാഷ്ടാംഗം വീഴുന്നുണ്ട്, ഇപ്പോഴും ആരാധനയുണ്ട്, ഇപ്പോഴും കയ്യടിയുണ്ട്, ഇപ്പോഴും ഉണർവുണ്ട്. ഇതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. പക്ഷെ somewhere they lost the trust and obedience. How? അതിൻ്റെ 16-ാം വാക്യം, അവർ അവനോട്, ഇതാ അടിയങ്ങളോടുകൂടെ 50 ബലശാലികളുണ്ട്. ഇതായിരുന്നു പ്രശ്നം. ഇപ്പം ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ പവറുണ്ട്, ഇപ്പം ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പവറുണ്ട്, ഇപ്പം ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പം ഞങ്ങൾക്ക് റിലേഷൻസ് ഉണ്ട്, ഇപ്പം ഞങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ട്, ഇപ്പം ഞങ്ങൾക്ക് വിളിക്കാനും പറയാനും ആളുണ്ട്. ഞാൻ ഇന്ന് പകൽ എൻ്റെ ദൈവമക്കളുടെ അടുക്കൽ പറയട്ടെ, ഈവൻ ഇൻ രഹബോത്ത്, ഈ രഹബോത്തിലേക്ക് നിങ്ങൾ ആദ്യം കയറി വന്ന ദിവസം ഒന്ന് ഓർക്കണം കേട്ടോ. രഹബോത്തിലേക്ക് ആദ്യം കയറി വന്ന ദിവസം, ജീവിതത്തിൽ ഒരു അഭിഷക്തന്റെ മുൻപാകെ ആദ്യം ചെന്ന് നിന്ന സമയമൊന്ന് ഓർക്കണം. ജീവിതത്തിൽ ഒരു പെന്തക്കോസ്ത് പള്ളിയിലേക്ക് ആദ്യം കയറി ചെന്ന ദിവസം ഒന്ന് ഓർക്കണം. ഞങ്ങളുടെ കൂടെ 50 ബലശാലികളുണ്ട്. ശമൂവേലിരിക്കുന്ന പർവ്വതത്തിൽ ശൗൽ ആദ്യം കയറി ചെന്നു. പറഞ്ഞത് മുഴുവൻ അപ്പാടെ അങ്ങ് അനുസരിച്ചു. എന്താ കാര്യമെന്നറിയാമോ? കഴുതയും പോയി, കയ്യിലെ കാശും പോയി, എല്ലാം പൊട്ടിപ്പാളീസായി ഇരിക്കുന്ന പരുവത്തിലാണ് എങ്ങോട്ട് കയറി വന്നത്? ശമൂവേലിൻ്റെ അടുക്ക കയറി വന്നത്. ശമൂവേൽ പറഞ്ഞത് മുഴുവൻ അപ്പാടെ അനുസരിച്ചു.
ഏറെക്കാലം കഴിഞ്ഞ് പടയാളികളായി സൈന്യമായി ശക്തിയായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങേര് വരാൻ താമസിച്ചെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ കാത്തിരിക്കണോ? ഞാൻ ധൈര്യപ്പെട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ യാഗം കഴിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് കോൺഫിഡൻസ് നല്ലതാണ്, ബട്ട് ബി കോൺഫിഡൻറ്റ് ഇൻ ഗോഡ്. സെൽഫ് കോൺഫിഡൻസ് അല്ല ഒരു അഭിഷക്തന് വേണ്ടിയത്. ബി കോൺഫിഡൻറ്റ് ഇൻ ഗോഡ്. അവർ പറയുകയാണ്, ഇതാ അടിയങ്ങളോടുകൂടെ 50 ബലശാലികളുണ്ട്. അവർ ചെന്ന് നിന്റെ യജമാനനെ അന്വേഷിക്കട്ടെ. യഹോവയുടെ ആത്മാവ് അവനെ എടുത്തു വല്ല മലയിലോ താഴ്വരയിലോ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള ബലശാലികൾ പോയി എടുത്തുകൊണ്ടുവരാം. എടാ, യഹോവയുടെ ആത്മാവ് കൊണ്ടുപോയവനെ നിന്റെ കൂടെയുള്ള ബലത്തിൽ തിരിച്ചു പിടിക്കാമെന്ന് എന്തൊരു ഭോഷത്തരമാ പറയുന്നത്. Somewhere you lost the trust in God because your strength, you became more strong. ഞാനൊന്ന് ചോദിക്കട്ടെ, കയ്യിൽ 1 രൂപ എടുക്കാനില്ലാതിരുന്നപ്പോൾ ഈ ഗമ ഉണ്ടായിരുന്നോ? നിവരെ നിൽക്കാൻ ബലമില്ലാതിരുന്നപ്പോൾ ഈ ഗമ ഉണ്ടായിരുന്നോ? അന്ന് ഏതൊരു വിഷയത്തിനും ഒറ്റ പോംവഴിയുള്ളൂ, പാവിരിക്കുക, പ്രാർത്ഥിക്കുക, പാവിരിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, കരയുക. പക്ഷെ somewhere you became more stronger. അന്ന് നിന്നെ കണ്ടാ മനുഷ്യൻ മുഖം തിരിക്കുമായിരുന്നു. 10 പൈസ തരാൻ ഒരുത്തനുമില്ലായിരുന്നേ. ഇപ്പം നിനക്കൊരു തോന്നലായി, കയ്യിലിരിക്കുന്ന സ്വർണം കൊണ്ടുവച്ചാൽ എന്തെങ്കിലും അത്യാവശ്യം നടക്കുമെന്ന്. You became confident in yourself. There you lost the trust and obedience. There you lost your spiritual authority. എത്ര തന്ത്രപരമായി പിശാചു ചെയ്തത്. നമ്മളുടെ കൂടെ കുറച്ച് ബലം നൽകി, നമ്മുടെ കൂടെ കുറച്ച് ശക്തി നൽകി, ദൈവത്തിലുള്ള ആശ്രയം കുറച്ചു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മീയ അധികാരം കുറയാൻ തുടങ്ങി. ഞാൻ പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു രംഗം ഞാൻ പറയാം. ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു രംഗം എല്ലാ സഭകളുടെയും ആരംഭഘട്ടത്തിൽ, ഉണർവിൻ്റെ ഘട്ടത്തിൽ എന്തുണ്ടായിരിക്കുമെന്നറിയാമോ? അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കും. മുടന്തർ എഴുന്നേൽക്കും, സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്നവർ എഴുന്നേൽക്കും, സഭ വളരും, സഭയ്ക്ക് വോട്ട് ബാങ്ക് ആകും, സഭയ്ക്ക് ഫിനാൻഷ്യൽ പവർ ആകും, ബന്ധങ്ങളാകും. അപ്പോൾ പതുക്കെ പതുക്കെ എന്തു ചെയ്യുമെന്നറിയാമോ? ദൈവത്തിലുള്ള ട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു പോകും. 10 വർഷം കഴിഞ്ഞ് ഇന്നലകളിൽ സ്ട്രെച്ചറിൽ നിന്ന് രോഗിയെ എഴുന്നേൽപ്പിച്ചവൻ, ഇന്നലകളിൽ ക്രച്ചസ് താഴെയിട്ട് ക്രച്ചസ് എടുത്ത് തുള്ളിച്ചാടി ആരാധിച്ചവൻ, ഇന്നലകളിൽ വീൽ ചെയർ ഒഴിഞ്ഞു കിടക്കുന്നതിൽ കാണിച്ചു നിർത്തി സാക്ഷ്യം പറഞ്ഞ് ആരാധിച്ചവൻ, 10 വർഷം കഴിയുമ്പോൾ സ്ഥല MLA വിളിച്ച് 101 വീൽ ചെയർ വിതരണം, 50 മുച്ചക്രവാഹന സ്കൂട്ടർ വിതരണം. They are submitting, they are accepting themselves. പണ്ട് ഞങ്ങൾ വീൽ ചെയർ കാലിയാക്കുന്നവരായിരുന്നു. ഇപ്പോൾ നാട്ടുകാർക്ക് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്? വീൽ ചെയറുകൾ കൊടുക്കുകയാണ്. കാരണം ഞങ്ങളുടെ കൂടി ഇപ്പോൾ 50 ബലശാലികൾ വന്നു. ജീസസ്. ദൈവസഭയുടെ ദൗത്യം വീൽ ചെയറുകൾ വിതരണം ചെയ്യുകയല്ല, പകരം വീൽ ചെയറുകളെ ഒഴിപ്പിക്കുകയാണ്. ഓ സ്മർത്തേനി, രോഗികൾക്ക് സാന്ത്വനം കൊടുക്കുന്നതല്ല പെന്തക്കോസിന്റെ ശുശ്രൂഷ, രോഗികൾക്ക് അത്ഭുതകരമായ സൗഖ്യം കൊടുക്കുന്നതാണ് പെന്തക്കോസിന്റെ ശുശ്രൂഷ. വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തിന് സ്തോത്രം. പതിനാറാം വാക്യത്തിന്റെ അവസാനം എലീശ പറഞ്ഞു, നിങ്ങൾ അയക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ 17-ാം വാക്യത്തിൽ അവർ അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ എന്നാൽ അയച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. പെർമിസിബിൾ വിൽ ഓഫ് ഗോഡ്. പെർമിസിബിൾ. ഞാനൊരു കാര്യം ദൈവമക്കളുടെ അടുക്കൽ പറയാം. ദൈവത്തോട് ചോദിച്ചിട്ട് നടത്തി തരാത്ത കാര്യം നീ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നടത്തി തരും. പക്ഷെ അങ്ങനെ ദൈവം ആദ്യം നോ പറഞ്ഞ ഒരു വിഷയം പിന്നീട് യേസാക്കി തരണോ?
തരണോ? വേണ്ട. എലീശയുടെ അടുക്കൽ നിർബന്ധിച്ചപ്പോൾ, അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ, ഞാൻ പറയാം, ഉപവാസം എടുക്കുന്നത് പിശാചിനോട് പോരാടിയാനാകണം. ഉപവാസം എടുക്കുന്നത് ആത്മശക്തി വർദ്ധിക്കുവാനാകണം. ഉപവാസം എടുക്കുന്നത് നിയോഗങ്ങൾ കേൾക്കാനായിരിക്കണം. ഉപവാസം എടുക്കുന്നത് ദൈവിക ബന്ധം ഊട്ടിയുറപ്പിക്കാനാകണം. അല്ലാതെ ദൈവത്തെ നിർബന്ധിപ്പിക്കാൻ, ദൈവത്തിന് മുമ്പിൽ മസിൽ പിടിക്കാൻ നീ ഫാസ്റ്റ് ചെയ്യരുത്. ലെറ്റ് ദ വിൽ ഓഫ് ഗോഡ് ബി ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. കാരണം ദൈവത്തിന്റെ ഹിതം അത് നന്മയാണ്. ദൈവത്തിന്റെ ഹിതം അത് പ്രസാദമാണ്. ദൈവത്തിന്റെ ഹിതം അത് പൂർണ്ണതയുള്ളതാണ്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം. ആമേൻ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നാട് തീടേണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എന്നെ ഹോവേ. നിന്റെ ഹിതം, കരങ്ങളെ ഉയർത്തി ഒന്ന് പറഞ്ഞേ, പോലെ എന്നെ നിത്യം നാട് പീഡേണമേ. എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ, എൻ യഹോവേ. എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ, എൻ യഹോവേ. ജീസസ്. ജീവിതത്തിൽ പൗലോസ് പറയുകയാണ്, എൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ ക്രേത്തയിൽ നിന്ന് പുറപ്പെടാതെ ഇരിക്കണം. ജീവിതത്തിൽ അനുസരിക്കുക. നിർബന്ധിച്ച് ദൈവത്തിൽ നിന്ന് കാര്യം നടത്തിക്കുകയല്ല. പകരം ദൈവഹിതത്തിൽ നിന്ന് ഞാനൊന്ന് വഴിമാറിയാൽ ദൈവം എന്നെ ഒന്ന് തല്ലിക്കൊള്ളട്ടെ. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? നിങ്ങൾ കേവലം ശിക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ഇടയന്റെ കീഴിലല്ല, നിങ്ങൾ കൗലേടയന്മാരും അവരുടെ കീഴിലും എത്രേ. ആമേൻ. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, കേവലം ദൈവത്തിൻ്റെ ഫേവർ മാത്രമല്ല, ദൈവത്തിൻ്റെ കറക്ഷനുകൾ കൂടെ എന്നിൽ സംഭവിക്കട്ടെ. ആമേൻ. ഭൂമിയിൽ എന്നെ മാനിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയായിരിക്കും. പക്ഷെ സ്വർഗത്തിൽ എന്നെ തേജസ്കരിക്കുന്നത് ദൈവത്തിൻ്റെ ശിക്ഷകളായിരിക്കും. ഞാൻ ആവർത്തിക്കട്ടെ, ഭൂമിയിൽ എന്നെ മാനിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയായിരിക്കും. പക്ഷേ സ്വർഗത്തിൽ എന്നെ മാനിക്കുന്നത് ദൈവത്തിൻ്റെ ശിക്ഷകളായിരിക്കും. ജീസസ്. ദൈവം ദാവീദിൻ്റെ അടുക്കൽ തൻ്റെ മരണശയ്യയിൽ പറയുന്ന ഒരു വാക്കുണ്ട്. മരണശയ്യയോട് അടുക്കുന്ന തൻ്റെ വാർദ്ധക്യമെത്തുമ്പോൾ, ദാവീദ്, നിന്റെ മകൻ ശലോമോനിൽ നിന്ന് ഞാൻ ശൗലിങ്കൽ നിന്ന് എൻ്റെ ദയ എടുത്തു കളഞ്ഞതുപോലെ ഞാൻ ശൗലിങ്കൽ നിന്ന് ശലോമോനിൽ നിന്ന് എൻ്റെ ദയ എടുത്തു കളയുകയില്ല. കർത്താവേ, നീ എങ്ങനെ ദയ നിർത്തും? അപ്പോൾ ദൈവം ദാവീദിൻ്റെ അടുക്കൽ അടുത്തതായിട്ട് പറഞ്ഞു, അവൻ തെറ്റ് ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ അടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ വടികൊണ്ടും ഞാൻ അവനെ ശിക്ഷിക്കും. ഞാൻ അവൻ്റെ സിംഹാസനത്തെ നിലനിർത്തും. അതുകൊണ്ടാണ് 141 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് എന്ന ഭക്തൻ പറയുകയാണ്, 141 സങ്കീർത്തനം 5-ാം വാക്യം, നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ. അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ആമേൻ. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ. അവൻ എന്നെ ശാസിക്കുന്നത് എൻ്റെ തലയ്ക്ക് എണ്ണയാണ്. ദാവീദ് പറയുകയാണ്,
എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഞാൻ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ ആളയച്ച് എന്നെ വിളിപ്പിച്ച് എൻ്റെ വീട്ടിൽ നിന്ന ഘടാഘടിയന്മാരുടെ നടുവിൽ ആമേൻ ആ തൈലക്കൊമ്പെടുത്ത് എൻ്റെ മേൽ ഒഴിച്ചപ്പോൾ എനിക്കൊരു മാന്യതയുണ്ടായല്ലോ, എനിക്കൊരു അനുഗ്രഹമുണ്ടായല്ലോ, എനിക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായല്ലോ. അതേ അനുഭവമാണ് ആ പ്രവാചകൻ എന്നെ അടിക്കുന്നുവെങ്കിൽ നീതിമാൻ എന്നെ അടിക്കുന്നത് ദയയാണ്. അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണയാണ്. എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഞാൻ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, ജീവിതത്തിൻ്റെ കൗമാരവും വരെയൊക്കെ നിങ്ങൾക്ക് മക്കളെ തിരുത്താൻ കഴിയുമോ? അത് കഴിയുമ്പോൾ മക്കളെ നിങ്ങൾക്ക് അടിക്കാൻ കഴിയാത്ത സമയം വരുമോ? ആ സമയത്ത് ദൈവം നിങ്ങളുടെ കയ്യിൽ നിന്ന് വടി മേടിച്ചിട്ട് പറയുക, ഞാൻ തിരുത്തിക്കൊള്ളാമെന്ന് പറയും, ഞാൻ തല്ലിക്കൊള്ളാമെന്ന് പറയുക. തമ്പുരാൻ ജീവിതത്തിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ മക്കളെ തല്ലുന്നത് കാണോ. ചിലപ്പോൾ ജോലി പോയെന്നിരിക്കുക, ചിലപ്പോൾ ശമ്പളം തടയപ്പെട്ടെന്നിരിക്കുക, ചിലപ്പോൾ അസ്വസ്ഥതകൾ വന്നെന്നിരിക്കുക. ഒരിക്കലും ദൈവത്തിൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് അടിക്കരുതപ്പ എന്ന് പറയരുത്. പകരം പറഞ്ഞാട്ട്, അപ്പ നീ എൻ്റെ കുഞ്ഞിനെ നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണോ, നിന്റെ പദ്ധതിക്കൊത്തവണ്ണോ ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം കുറഞ്ഞു പോകില്ല. ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം കുറഞ്ഞു പോകില്ല. നന്മയെ തൻകരം നൽകുമേ ഈശനിൽ എൻ മനം വിശ്രമം നേടിടും. നന്മയെ തൻകരം നൽകുമേ ഈശനിൽ എൻ മനം വിശ്രമം തേടിടും. ആ സങ്കീർത്തനത്തിൻ്റെ ഭക്തൻ പറയുകയാണ്, നീതിമാനെ അടിക്കുന്നത് ദയ, അവൻ എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. എന്തുകൊണ്ടാണ് താൻ ഇത് പറയുന്നതെന്നറിയാമോ? തൻ്റെ അകത്തൊരാഗ്രഹമുണ്ട്. അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. എൻ്റെ പ്രാർത്ഥനാ ജീവിതം ദൈവസന്നിധിയിൽ പ്രസാദമാകണം. എൻ്റെ ആത്മീയ ജീവിതം ദൈവസന്നിധിയിൽ പ്രസാദമാകണം. അതിന് ഞാൻ എന്ത് ചെയ്താലേ പറ്റുകയുള്ളൂ? വിധേയപ്പെട്ടാലേ, വിനയപ്പെട്ടാലേ കഴിയുകയുള്ളൂ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ എൻ്റെ പ്രാർത്ഥന നെരിപ്പോടിൽ നിന്ന് ഉയരുന്ന ഒരു ധൂപം പോലെ, എൻ്റെ പ്രാർത്ഥന സന്ധ്യായാഗം പോലെ ആയിത്തീരുവാൻ ഞാൻ പറയുന്നു, നീതിമാൻ എന്നെ അടിക്കട്ടെ, എൻ്റെ തലയെ അതിനെ വിലക്കാതിരിക്കട്ടെ, ഞാൻ അതിനെ സന്തോഷത്തോടെ അനുഭവിക്കട്ടെ. യെസ്, യാക്കോബ് അപ്പൻ്റെയും അമ്മയുടെയും വാക്കനുസരിച്ച് കിണർ നിറഞ്ഞ വെള്ളം നിറഞ്ഞ കിണറുള്ള നനവുള്ള മണ്ണ് വിട്ട് അമേൻ വരണ്ടുണങ്ങിയ ദേശത്തേക്ക് പോയി. പക്ഷേ അനുസരണത്തിൻ്റെ യാത്രയിൽ ദൈവം അവനെ ഒറ്റയ്ക്കാക്കിയില്ല. ദൈവം അവൻ്റെ അടുക്കൽ പ്രത്യക്ഷനായി അവൻ വിളിച്ച ദേശത്തിന് അവൻ വിളിച്ച പേർ തന്നെ സംഭവിച്ചു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അനുസരണം നിന്നിൽ ഒരു പ്രവാചകനെ ഉണർത്തി എഴുന്നേൽപ്പിക്കുക. അനുസരണം നിന്നിൽ ഒരു അധികാരിയെ ഉയർത്തി എഴുന്നേൽപ്പിക്കും. എന്നാൽ അപ്പൻ്റെ വീട് വിട്ട് പോകുമ്പോൾ യാക്കോബ് ബഥേലിന് പേർ വിളിച്ചു. അപ്പൻ്റെ വീട് വിട്ട് തിരിച്ചു വരുമ്പോൾ യാക്കോബ് വേറെ ഒരു സ്ഥലത്തിന് പേർ വിളിച്ചു. ഏത് സ്ഥലത്തിനാണ് പേർ വിളിച്ചതെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ഉപവാസ ദിനങ്ങളിൽ ഞാൻ അതിനെ വിശദീകരിച്ചതാണ്. രാത്രിയിൽ അവൻ എഴുന്നേറ്റു, തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു.
യബ്ബോക്ക് കടവ് കടന്നു. എന്താണ് യബ്ബോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ യബ്ബോക്ക് കടവെന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഈ യബ്ബോക്ക് എന്ന് പറയുന്നത് പർവ്വത നിരകളിൽ നിന്ന്, അമ്മോനിനും ഗിലെയാദിനും ഇടയിലുള്ള പർവ്വത നിരകളിൽ നിന്ന് കുത്തി ഒഴുകി വരുന്നതായ, പാറകളുടെ ഇടയിൽ കൂടെ ഒഴുകി വരുന്നതായ ഒരു തോടാണ്. ഈ തോട് ഈ യബ്ബോക്ക് കടവിങ്കൽ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് യോർദാനിലേക്ക് ചേരുകയാണ്. ഈ യോർദാനിലേക്ക് ചേരുന്ന സമയമാകുമ്പോൾ ഈ നദി എന്ത് ചെയ്യുമെന്നറിയാമോ? ഇത് ഭയങ്കര വേഗതയിൽ കുത്തൊഴുക്കി പോകും. pouring forth, otherwise emptying itself. അപ്പോൾ യബ്ബോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ശൂന്യമാക്കപ്പെടുക എന്നുള്ളതാണ്. ശൂന്യമാക്കപ്പെടുക. യാക്കോബ് യബ്ബോക്ക് കടക്കാൻ തന്നെ കാരണം അവിടെ വരുമ്പോൾ ഈ തോടിലെ വെള്ളം എന്തായിരിക്കുമെന്നറിയാമോ? തീരെ കുറവായിരിക്കും. എംപ്റ്റീഡ് ഫോർഡ് ജബ്ബോക്ക് എന്ന് പറഞ്ഞാൽ എംപ്റ്റീഡ് ഫോർഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. വരണ്ടുണങ്ങിയ, പൂർണ്ണമായി എംപ്റ്റീഡായി തീർന്ന, തന്നെത്താൻ ഒഴിപ്പിച്ചു കളഞ്ഞതായ യബ്ബോക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ശൂന്യതയുടെ നടുവിലേക്ക് യാക്കോബ് കടന്നു വന്നു. ശൂന്യതയുടെ നടുവിലേക്ക് യാക്കോബ് കടന്നു വന്നിട്ട്, സ്തോത്രം, അവൻ തനിക്കുള്ളവരെ മുഴുവനും അക്കരെ കടത്തി. 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ശൂന്യതയിൽ കൂടെ തനിക്കുള്ളവരെ മുഴുവനും അക്കരെ കടത്തി. പക്ഷേ യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി, എന്നിൽ നിന്ന് ഇനിയും എന്തുണ്ട് ഒഴിപ്പിച്ച് കളയാനുണ്ട്. അകൽ യാക്കോബ് യബ്ബോക്കിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് പറയുകയാണ്, എന്തൊക്കെയോ ഇനിയും എന്നിൽ നിന്ന് ഒഴിപ്പിച്ച് കളയാനുണ്ട്. ജീവിതത്തിൻ്റെ ശൂന്യതയിലേക്ക് യാക്കോബ് കടന്നു വരികയാണ്. എല്ലാം ഒഴിപ്പിക്കപ്പെടുകയാണ്. 20 വർഷം കൊണ്ട് തനിക്ക് ഉണ്ടായതായ 2 ഭാര്യമാർ, 11 ആൺമക്കൾ, 11 മക്കൾ, അതിനുശേഷം 2 കൂട്ടമായി തീർന്ന ആടുമാടുകൾ, ഇവ മുഴുവനും ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? യബ്ബോക്കിൻ്റെ കടവിൽ വെച്ച് ശൂന്യമായി തീരുകയാണ്. യബ്ബോക്കിൻ്റെ കടവിന് ശൂന്യത എന്ന് പേർ പറഞ്ഞതുപോലെ ഇപ്പോൾ യാക്കോബിൻ്റെ കൈകളും ശൂന്യമായി. 20 വർഷം കൊണ്ട് രാവും പകലും അധ്വാനിച്ചത്, ലാബാനോട് കണക്ക് പറഞ്ഞ് മേടിച്ചത്, ലാബാന്റെ മുൻപാകെ ഒരു വടിയായിരുന്നു ഞാൻ ഇതാ 2 കൂട്ടമായി പകലിലെ വെയിലും രാത്രിയിലെ ശീതം കൊണ്ട് ഞാൻ പണിതെടുത്ത എൻ്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ ശൂന്യതയുടെ കടവിൽ ശൂന്യമാക്കപ്പെട്ടവനായി നിൽക്കുകയാണ്. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചോ. 25-26 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഉഷസ്സാകുവോളം മല്ല് പിടിച്ചിട്ട് ജയിക്കാൻ കഴിയാതിരിക്കുമ്പോൾ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു, അത് ഉളുക്കിപ്പോയി. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൂതൻ ഈ മനുഷ്യനോട് സംസാരിക്കുകയാണ്, എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാത്രി മുഴുവനും മൗനമായി നിന്ന് റെസ്ല് ചെയ്ത മനുഷ്യൻ ഇപ്പോൾ പറയുകയാണ്, എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ യാക്കോബ് പറഞ്ഞു, ഇത്ര നേരവും ഞാൻ നിന്നെ മസിൽ പിടിക്കുകയായിരുന്നു, ഇത്ര നേരവും ഞാൻ നിന്നോട് പൊരുതുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ അറിയുന്നു നീ എന്നേക്കാൾ ബലവാനാണ്, നീ എന്നേക്കാൾ ശക്തനാണ്, നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, നീ എന്നെ ഒന്ന് അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഞാൻ കഴിഞ്ഞ ഉപവാസ ദിവസങ്ങളിൽ പറഞ്ഞ അതേ കാര്യം ഒന്നുകൂടെ പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. 27-ാം വാക്യം, വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബ് തോറ്റുപോയ ഒരു പരീക്ഷാ പേപ്പർ ദൂതൻ പിന്നെയും എടുത്തു കൊടുത്തു. ആ പഴയ ക്വസ്റ്റ്യൻ ചോദിച്ചോ, നിന്റെ പേർ എന്ത് എന്ന് ചോദിച്ചോ. 20 വർഷം മുമ്പ് അപ്പൻ്റെ മുൻപാകെ തെറ്റുത്തരം എഴുതി ഏശാവെന്ന് ഇപ്പോൾ ചോദിച്ചോ. അതേ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് ചോദിച്ചോ, നിനക്കൊരവസരം കൂടെ തരികയാ, പേരെഴുതാമോ എന്ന് ചോദിച്ചോ. യാക്കോബ് അതിനകത്ത് എഴുതി വെച്ചോ, ഞാൻ ഏശാവല്ല യാക്കോബാണ് എന്ന് എഴുതി വെച്ചോ. യാക്കോബ് തൻ്റെ നേരുത്തരം എഴുതി കഴിഞ്ഞപ്പോൾ 28-ാം വാക്യത്തിൽ ദൂതൻ പരീക്ഷയുടെ റിസൾട്ട് അടിച്ച സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ആൻസർ പേപ്പറിൽ നീ യാക്കോബ് എന്നാണ് പേരെഴുതിയത്, പക്ഷെ ഞാൻ നിനക്ക് തരുന്ന സർട്ടിഫിക്കറ്റിനകത്ത് ഇസ്രായേൽ എന്ന് പേരെഴുതി നിന്റെ പേരിനെ ഞാൻ മാറ്റിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. സംഭവം ഇതൊക്കെ കഴിഞ്ഞു. യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു. യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ട അടുത്തതായി അതിൻ്റെ 30-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന്
പെനിയേൽ എന്ന് പേരിട്ടോ. എന്ന് പറഞ്ഞാൽ അവിടെ കടന്നു വരുമ്പോൾ ശൂന്യത എന്നാണ് അതിന് പേര് പറഞ്ഞത്. പക്ഷെ ശൂന്യമാക്കപ്പെട്ട ആ സ്ഥലത്തിന് യാക്കോബ് പറഞ്ഞത് പെനിയേൽ എന്ന്. പെനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഫേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മുഖം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, ശൂന്യതകളുടെ വട്ടത്തിനകത്ത്, ശൂന്യതകളുടെ നീരാളിപ്പിടുത്തത്തിനകത്ത്, ശൂന്യതകളുടെ നിർജ്ജനതയ്ക്കകത്ത് യാക്കോബ് കണ്ടോ ദൈവത്തിൻ്റെ മുഖം. ഇന്ന് പകൽക്കാല ഞാൻ നിന്നെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. നീ ശൂന്യതയെന്ന് പറഞ്ഞ ഇടത്ത് നിന്റെ ലൈഫിന്റെ ശൂന്യത, 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 ശൂന്യത. ഇന്ന് പകൽ നിന്റെ ശൂന്യതകളുടെ നടുവിൽ നീ ദൈവത്തിന്റെ മുഖം കാണും. കഴിഞ്ഞ 20 വർഷം യാക്കോബ് ഒറ്റപ്പെടൽ എന്തെന്നറിഞ്ഞിട്ടില്ല. റാഹേലിന്റെ കൂടാരത്തിൽ അല്ലെങ്കിൽ ലേയുടെ കൂടാരത്തിൽ പോകും. ലേയുടെ അടുക്കൽ തുടങ്ങിയ റാഹേലിന്റെ അടുക്കൽ പോകാം. പിന്നെ ഇവർ രണ്ടുപേരുടെ അടുത്തും അല്ലെങ്കിൽ ദാസിമാരുണ്ട്. 10 പിള്ളേരുണ്ട് കൂടെ നടക്കാൻ. ഇഷ്ടംപോലെ ദാസിദാസന്മാരുണ്ട്. ഒരിക്കൽ പോലും ശൂന്യത എന്തെന്നറിഞ്ഞിട്ടില്ല. എണ്ണിത്തീരാത്ത ആടുമാടുകളുണ്ട്. പക്ഷെ 20 വർഷത്തിന് ശേഷം വിടുകയ്യനായി ശൂന്യതയുടെ തീരത്ത് നിൽക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം. ജീവിതത്തിലെല്ലാം ഉണ്ടെന്ന് തോന്നിയാലും ഇടവേളകളിൽ ഒരു ഇരുട്ട് കയറി വരും. ഒരു യബ്ബോക്കിന്റെ കടവ്. ബന്ധങ്ങളില്ല, ആശ്രിതരില്ല, സാമ്പത്തികമില്ല, ആശ്വാസവാക്കില്ല, സ്നേഹിതരില്ല. ഒന്ന് കോൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് വിളിച്ച് 2 മിനിറ്റ് മിണ്ടാനൊരുത്തനില്ല. ഇന്ന് പകൽ നീ അറിയണം, ആ ശൂന്യതയുടെ മുമ്പിൽ, ആ ശൂന്യതയുടെ മുമ്പിൽ നീ കാണും, അവന്റെ മുഖത്തെ കാണും. ആമേൻ, ആമേൻ. യാബോക്കിന് നീ പേർ വിളിക്കും പെനിയേൽ. യാബോക്കിന് നീ പേർ വിളിക്കും പെനിയേൽ. സലറമദല ജനദര ദര 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 ലാദര ജര ദര 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 ദര. ആമേൻ. മലയാളത്തിൽ ഭയങ്കര തിരിച്ചെഴുതിയിരിക്കുന്നത്, പക്ഷെ ഇംഗ്ലീഷ് മോനെ ഒന്ന് തിരിക്കാമോ? ആമേൻ. യബ്ബോക്കിന്റെ കടവിൽ, ശൂന്യതയുടെ കടവിൽ എല്ലാം തീർന്ന യാക്കോബ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഐ ഹാവ് സീൻ ഗോഡ് ഫേസ് ടു ഫേസ് and my life is preserved. Yet my life is preserved എന്നല്ല പറഞ്ഞത്. Even I saw him, I am alive എന്നല്ല പറഞ്ഞത്. I have seen God face to face, and because of that my life is preserved. ശൂന്യതകളുടെ വട്ടപൂജ്യത്തിനകത്ത് നീ തകർന്നു തരിപ്പണമായി എന്ന് ലോകം പറയുന്നിടത്ത് your life shall be preserved. I have seen God face to face and my life is preserved. You will be preserved because of the Peniel. ഇന്ന് പകൽ ഞാനൊന്ന് പറയട്ടെ. ആരെങ്കിലും കൂടെ ഉണ്ടായിട്ടാണോ? ആരെങ്കിലും നല്ല വാക്ക് പറഞ്ഞിട്ടാണോ? ആരെങ്കിലും ചേർത്ത് പിടിച്ചിട്ടാണോ? യാക്കോബ് പറയും, I am preserved, I am alive because I have seen God face to face. ഇന്ന് പകൽ ഞാനൊരു കാര്യം നിന്നോട് പറയാം. നിന്റെ പ്രിസർവേഷൻ, നിന്റെ സേഫ്റ്റി, നിന്റെ സെക്യൂരിറ്റി ആരുടെയെങ്കിലും ചെങ്കോലിൻ്റെയും ആരുടെയെങ്കിലും കൊടയുടെയും കീഴിലല്ല. Because I have seen God face to face. Jesus. ഞാൻ അവനെ അഭിമുഖമായി കണ്ടു, ആകയാൽ എനിക്ക് ജീവഹാനി വന്നില്ല. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു, ആകയാൽ എനിക്ക് ജീവഹാനി വന്നില്ല. നിന്റെ യബ്ബോക്കിനെ നീ യബ്ബോക്കെന്ന് വിളിക്കത്തില്ല. നിന്റെ യബ്ബോക്കിനെ നീ പെനിയേൽ എന്ന് വിളിക്കും.
നിന്റെ ശൂന്യതകളെ നീ ശൂന്യത എന്ന് പറയത്തില്ല. നിന്റെ ശൂന്യതകളെ നീ ദൈവത്തിന്റെ കരം എന്ന് പറയോ. നിന്റെ ദാരിദ്ര്യത്തെ നീ ദാരിദ്ര്യം എന്ന് പറയത്തില്ല, ദൈവത്തിന്റെ കരുതൽ എന്ന് പറയോ. വിശ്വസിക്കുന്നവർ മാത്രം. നിന്റെ ജീവിതത്തിൽ ഒരു യബ്ബോക്കുണ്ട് ദൈവ പൈതലേ. പക്ഷെ നീ ആ യബ്ബോക്കിനെ യബ്ബോക്ക് എന്ന് വിളിക്കത്തില്ല, നീ ആ യബ്ബോക്കിനെ പെനിയേൽ എന്ന് വിളിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത വരും. ബന്ധങ്ങളില്ലാത്ത, ഉറ്റവരില്ലാത്ത, ഊട്ടയവരില്ലാത്ത, സ്നേഹിതരില്ലാത്ത, പണമില്ലാത്ത, ഉച്ചക്കഞ്ഞിയില്ലാത്ത, അത്താഴ പട്ടിണിയുടെ വേദന പിടിക്കുന്ന, ഉടുതുണിക്കും മറുതുണിയില്ലാത്ത, ആശ്രയവും ആശ്വാസവും ഇല്ലാത്ത, ഒന്നുമില്ലാത്ത ഒരു യബ്ബോക്ക് നിന്റെ ജീവിതത്തിൽ വരും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ആ യബ്ബോക്കിന് നീ ഒരു മറുപേര് വിളിക്കും, പെനിയേൽ. അപ്പന്റെ തുരുത്തി വെള്ളം തീർന്ന് വെയിലത്ത് അത് ചുരുണ്ടുണങ്ങുമ്പോൾ നിനക്ക് വേണ്ടി ഒരു ഉറവ തുറക്കപ്പെടും. ആമേൻ. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, ആശ്രിത കരങ്ങളും സ്നേഹിത മുഖങ്ങളും അകലുമ്പോൾ you shall be preserved only because of the face of God. Jesus. നിന്റെ യബ്ബോക്കിനെ നീ യബ്ബോക്ക് എന്ന് വിളിക്കത്തില്ല, നിന്റെ യബ്ബോക്കിനെ നീ വിളിക്കും പെനിയേൽ. ഞാൻ ഇതിൻ്റെ ഒരു കോൺട്രവേഴ്സി പറയാം കേട്ടോ. ഒരു മനുഷ്യനെ കാണണമെങ്കിൽ പകലാകണം. പക്ഷേ യാക്കോബ് ദൈവത്തെ കണ്ടത് എപ്പോഴാണെന്നറിയോ? രാത്രിയിൽ. Where there is no probability, no chance. എന്നിട്ട് അടുത്തത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 31 വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ അവൻ്റെ മേൽ ഉദിച്ചു. ആൻഡ് ദ സൺ റോസ് എന്നല്ല എഴുതിയിരിക്കുന്നത്, റോസ് അപ്പോൺ ഹിം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ ദൈവത്തെ മുഖാമുഖം കണ്ടാൽ നിന്റെ സൂര്യൻ ഉദിച്ചു. നീ ദൈവത്തെ മുഖാമുഖം കണ്ടാൽ നിന്റെ സൂര്യൻ ഉദിച്ചു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ യൗവനക്കാരോട് ഞാൻ പറയട്ടെ, നിന്റെ സൂര്യൻ ഉദിക്കും മക്കളെ. നിന്റെ നല്ല സമയം വരും കുഞ്ഞെ. പക്ഷേ നീ ദൈവത്തെ മുഖാമുഖം കാണുന്ന പെനിയേൽ കടക്കുമ്പോൾ, ദൈവത്തെ കണ്ടു. പെനിയേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുഖം കാണുക എന്ന. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, അവൻ ദൈവത്തെ കണ്ടിട്ട് കടന്നു പോകുമ്പോൾ അവന്റെ മേൽ സൂര്യൻ ഉദിച്ചു. ലാൽ ഹറ്റാർ ശകേ പ്രഭാസ് ബ്രുന്ദാനി വൈകോസ് ബഹൻ ലതോനിയ ഹറ്റൽ. ജീസസ് ജീസസ്. യോശുവയുടെ പുസ്തകം 14 അധ്യായം, യോശുവയുടെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 15 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹെബ്രോന് പണ്ട് കിര്യത്ത് അർബ എന്നു പേരായിരുന്നു. അർബ എന്നവൻ അനാക്യരിൽ വെച്ച് അതിമഹാനായിരുന്നു. പക്ഷേ കിര്യത്ത് അർബയുടെ പേര് മാറ്റി ഹെബ്രോൻ എന്നാക്കി കഴിഞ്ഞപ്പോൾ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. പേര് മാറ്റിയപ്പോൾ ദേശത്തിന് സ്വസ്ഥത വന്നു. ഞാൻ ഈ കിര്യത്ത് അർബയിലേക്ക് കടന്നു വരാം. കിര്യത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സിറ്റി ഓഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. സിറ്റി ഓഫ്. അർബ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മനുഷ്യനാണ്, അയാളുടെ പേരാണ്. കിര്യത്ത് അർബ എന്ന് പറഞ്ഞാൽ അർബയുടെ സിറ്റി. ഇനി ആരാണ് അർബ എന്ന് അറിയണമെങ്കിൽ 15 അധ്യായത്തിലേക്ക് കടന്നു വരണം. 15 അധ്യായം അതിൻ്റെ 13, 14 വാക്യങ്ങൾ. 15 അധ്യായം 13 വാക്യം. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട്, അടുത്ത ഭാഗം നിങ്ങളൊന്ന് വായിച്ചേ, അനാക്കിൻ്റെ അപ്പനായ
അർബയുടെ പട്ടണമായ ഹെബ്രോൻ. അപ്പം ഈ അനാക്കിൻ്റെ അപ്പനായിരുന്നു ആര്? അർബ. ഇനിയും അനാക്കിൻ്റെ മക്കള് ഈ ഇസ്രായേലിയര് ഒറ്റുനോക്കിയിട്ട് വന്നിട്ട് എന്തു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞത്? അവിടെ ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെ കണ്ടു. ഇപ്പൊ അനാക്കിൻ്റെ അപ്പൻ്റെ പേരാണ് അർബ. ഇനി അനാക്കിൻ്റെ 3 മക്കളാണ്. അതിൻ്റെ 14-ാം വാക്യം. അവിടെ നിന്ന് കാലേബ് അനാക്കിൻ്റെ പുത്രന്മാരായ ശേഷായി, അഹീമാൻ, തൽമായി എന്നീ 3 അനാക്യരെ നീക്കിക്കളഞ്ഞു. ഇവർ രാക്ഷസ തുല്യരായ മനുഷ്യരായിരുന്നുവെന്നാണ് പറയുന്നത്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കയറുന്നില്ല. അപ്പോൾ അനാക്കിൻ്റെ മക്കളെ കണ്ടു പേടിച്ചവരാ ഇസ്രായേല്യര്. ഇപ്പോൾ കാലേബ് ചെന്നിട്ട് അനാക്കിൻ്റെ അപ്പൻ്റെ പേരിൽ കിടന്ന കിര്യത്ത് അർബയെ വെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അനാക്കിൻ്റെ പിള്ളേരെ തോപ്പിച്ചെന്നല്ല പറഞ്ഞത്, അനാക്കിൻ്റെ അപ്പൻ്റെ പേര് മായ്ച്ചു കളഞ്ഞു. അനാക്കിൻ്റെ അപ്പൻ്റെ പേര് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് അതിന് പേരെഴുതിയിട്ടോ ഹെബ്രോൻ, കൂട്ടായ്മയുടെ ഇരിപ്പിടം എന്ന്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കാലേബ് യോശുവയുടെ അടുക്കൽ പറയുന്ന ചില വാക്കുകളുണ്ട് കേട്ടോ. കാലേബ് യോശുവയുടെ അടുക്കൽ പറയുക, കാദേശ് ബർണായയിൽ വെച്ച് മോശ എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? കാദേശ് ബർണ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വിതയും കൊയ്ത്തുമില്ലാത്തതായ ഫ്യൂട്ടൈൽ വിൽഡർനെസ് എന്ന് പറഞ്ഞ വരണ്ടുണങ്ങി ഗതി പിടിക്കാത്ത കാദേശ് ഇടം. അപ്പോൾ യോശുവയും കാലേബും കൂടെ ചേർന്ന് നിന്നിട്ട് കാലേബ് യോശുവയുടെ അടുക്ക ചോദിക്കുക, എടാ പണ്ട് നമ്മൾ ഉച്ചക്കഞ്ഞിക്ക് വകയില്ലാതെ ഗതികെട്ട് കിടന്ന കാദേശ് ബർണയിൽ വെച്ച് ഗതിയും പരഗതിയും ഇല്ലാതെ കിടന്നപ്പോൾ അന്ന് മോശ നമ്മളെ രണ്ടുപേരെ നോക്കി പറഞ്ഞ വാഗ്ദത്തം നിനക്ക് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞിട്ടിപ്പം 45 വർഷം കഴിഞ്ഞു. ആമേൻ. അതേപോലെ ആമേൻ, അന്നത്തെ അവസ്ഥയൊക്കെ മാറി. അന്ന് നമ്മൾ പട്ടിണിയുടെ പരിവട്ടത്തിനകത്ത് കാദേശ് ബർണായ ഫ്യൂട്ടൈൽ ഗതി പിടിക്കാത്ത പച്ച വരണ്ട മരുഭൂമിക്കകത്ത് കിടക്കുകയായിരുന്നോ? അന്നാ നമ്മൾ വാഗ്ദത്തം കേട്ടത്. കാലേബിന്റെ അടുക്കൽ ചോദിക്കണം, കാലേബ് എവിടെ വെച്ചാ താങ്കൾക്ക് ഈ വാഗ്ദത്തം ഒക്കെ കിട്ടിയത്? കാലേബ് പറയും, കാദേശ് ബർണയായിൽ വെച്ചാണ് ആമേൻ മോശ എൻ്റെ ഭാവി നിർണയിച്ച് ദൂത് പറഞ്ഞത്. ജീവിതത്തിൽ ഗതികെട്ട ഗതിയും പരഗതിയും ഇല്ലാത്ത കാദേശ് ബർണയിൽ വെച്ച്. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, ജീവിതത്തിലെ ചില കാദേശ് ബർണയാണ് എൻ്റെ വാഗ്ദത്തം എനിക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചുറ്റുമുള്ള പട്ടണങ്ങളെല്ലാം പിടിച്ചു. പക്ഷേ എല്ലാവർക്കും ഒരു പേടി, അനാക്കിൻ്റെ പുത്രന്മാർ നിൽക്കുന്നതായ ആമേൻ ആ കിര്യത്ത് അർബ പിടിക്കാൻ. എല്ലാം പോയാലും അവരവിടെ കയറി ആ പർവ്വതത്തിൽ കയറി നിൽക്കുകയാ. രാക്ഷസതുല്യരായ 3 മനുഷ്യരും പിന്നെ അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ നിൽക്കുന്നതായ സ്ഥലം. അനാക്കിൻ്റെ അപ്പൻ്റെ പേരിട്ടിരിക്കുകയാണ്. പക്ഷേ കാലേബ് പറഞ്ഞു, ഒന്നുമില്ലാത്ത കാദേശ് ബർണയിൽ വെച്ച് കേട്ട ഒരു വാഗ്ദത്തം എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ആ അഭിഷേകം എൻ്റെ അകത്ത് കിടപ്പുണ്ട്. പിന്നെ എനിക്ക് അന്നും ഇന്നും ഒരൊറ്റ കാര്യമേ ഉള്ളൂ പറയാൻ, എൻ്റെ ദൈവമായ യഹോവയോട് ഞാൻ പൂർണ്ണമായി പറ്റി നിന്നവനാണ്. ആകയാൽ ആ മല എനിക്ക് താ, ഞാനതിൻ്റെ പേര് മാറ്റട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തോട് പറ്റി നിൽക്കുന്നവൻ ടെറിട്ടോറിയൽ അതോറിറ്റീസിന്റെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടാൽ അനാക്കിന്റെ അപ്പന്റെ പേര് മായ്ച്ചു കളഞ്ഞു. അനാക്കിന്റെ അപ്പന്റെ പേര് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് ഹെബ്രോൻ എന്ന് പേരിട്ടു. എന്നിട്ട് അടുത്തതായിട്ട് പട്ടണമൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പം കാലേബിന്റെ മോള് വിവാഹപ്രായമായി. കാലേബ് പറഞ്ഞു, എൻ്റെ മോളെ ഞാൻ ഒരുത്തിന് കെട്ടിച്ചു കൊടുക്കുന്നെങ്കിൽ ടെറിട്ടോറിയൽ പവേഴ്സിനെ അടിച്ച് ദേശത്തിൻ്റെ പേര് മാറ്റാൻ കെപ്പുള്ള ഒരുത്തനെ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. അപ്പോഴാണ് അപ്പുറത്തൊരു പട്ടണം, കിര്യത്ത് സേഫർ എന്ന് പറയുന്ന അടുത്ത പട്ടണം. സേഫർ എന്ന വാക്കിൻ്റെ അർത്ഥം ബുക്സ് എന്നാണ് അർത്ഥം, ഡോക്യുമെന്റ്സ്. കിര്യത്ത് സേഫർ എന്ന് പറഞ്ഞാൽ അക്കാലത്തെ സ്ക്രൈബ്സ്, ജ്ഞാനികൾ, ബുദ്ധിമ രാക്ഷസന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. ഏതെന്നറിയാമോ? ആമേൻ, കിര്യത്ത് സേഫർ. അപ്പോൾ പറഞ്ഞു, കിര്യത്ത് സേഫർ ജയിക്കുന്നവന്
ഞാൻ എൻ്റെ മക്കളെ കൊടുക്കും. അപ്പം കിരിയത്ത് അർബ ഫിസിക്കൽ പവറിൻ്റെ സ്ഥലമാണെങ്കിൽ കിരിയത്ത് സേഫർ എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പവറിൻ്റെ സ്ഥലമാണ്. ബുദ്ധിയുടെ ശക്തിയും ശാരീരിക ശക്തിയും. കാലേബ് പറഞ്ഞു, ഞാൻ ഫിസിക്കൽ പവറിനെ ജയിച്ചു, ഇനിയും മെൻ്റലി ഉണ്ടാകുന്ന അറ്റാക്കുകളെ, മൈൻഡിനെതിരെയുള്ള ഇൻ്റലക്ച്വൽ വാർഫെയറിനെ ജയിക്കാൻ കഴിയുന്ന ഒരുത്തനെ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? എൻ്റെ മകളെ കൊടുക്കത്തുള്ളൂ. ഞാനൊരു കാര്യം പറയാം, തലമുറ മാറുന്ന അനുസരിച്ച് വാർഫെയർ മാറും കേട്ടോ. ആമേൻ. തലമുറ മാറുന്നതനുസരിച്ച് യുദ്ധതലം മാറും. കാലേബിൻ്റെ യുദ്ധം മസിൽ കൊണ്ടുള്ള യുദ്ധമായിരുന്നെങ്കിൽ കാലേബിൻ്റെ മക്കളുടെ കാലം വന്നപ്പോൾ മസിൽ പവറിനകത്തല്ല യുദ്ധം നിൽക്കുന്നത്, പകരം മൈൻഡിനകത്താണ് യുദ്ധം നിൽക്കുന്നത്. ഞാൻ പറയാം, നിങ്ങളൊക്കെ പറയും ഞങ്ങളൊക്കെ പണ്ട് 3 കിലോമീറ്റർ സ്കൂളിൽ നടന്നുപോയി എന്നൊക്കെ. നിങ്ങൾ 3 കിലോമീറ്റർ സ്കൂളിൽ നടന്നു പോയപ്പോൾ ആ വഴിയിലുള്ള സകല മാവിനും കല്ലെറിഞ്ഞ് സകല ജാതിത്തോട്ടത്തിലും കയറി സകല കന്നന്തിരിവും കാണിച്ച് കുട്ടിയും കോലും കളിച്ച് വഴി കിടന്ന പാറക്കല്ല് മൊത്തവും തട്ടിയാ വീട്ടിൽ വന്നത്. അവിടെ കിടന്ന ഉണക്കത്തേങ്ങയും തട്ടി. ഇങ്ങനെയായിരുന്നു. നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. 3 കിലോമീറ്റർ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നടക്കാൻ 10 പിള്ളേരുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ വരും, വന്നിട്ട് സ്കൂൾ ബാഗും എടുത്ത് അവിടോട്ടിട്ടിട്ട് വീണ്ടും നിങ്ങൾ കുട്ടിയും കോലും കളിക്കാൻ പോകുമായിരുന്നു. നിങ്ങളുടെ കാലം ഫിസിക്കൽ സ്ട്രഗിളിങ്ങിൻ്റേതായിരുന്നു. ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബാഗ് ചുമക്കണ്ട, സ്കൂൾ വാനുണ്ട്, വീട്ടിൽ വരും, എല്ലാമുണ്ട്. പക്ഷേ അവർ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് 1 മാസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ? അപ്പോൾ കാലേബ് പറയുകയാണ്, എൻ്റെ യുദ്ധം ഫിസിക്കലാണ്, പക്ഷേ എൻ്റെ തലമുറകളുടെ യുദ്ധം ഇൻ്റലക്ച്വലാണ്. മാതാപിതാക്കളൊരു കാര്യം പറയണം, എപ്പോഴും ഞങ്ങളുടെ കാലത്തൊന്നും ഇതില്ലായിരുന്നു, ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. നിങ്ങളുടെ കാലത്ത് AI ഉണ്ടായിരുന്നു, നിങ്ങളുടെ കാലത്ത് മെക്കട്രോണിക്സ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ കാലത്ത് സുഖം പരിപാടി, BCom കഴിയുക അല്ലെ BSc കഴിയുക, നേരെ ആരുടെയെങ്കിലും അമ്മാച്ചൻ്റെ ഉപ്പാപ്പൻ്റെ അടുക്ക പറഞ്ഞ് എവിടെയെങ്കിലും ഒരിടത്ത് കയറിപ്പോവുക, ജീവിതം സെറ്റ്. 45 വയസ്സ് വരെ ജോലി ചെയ്യുക, നാട്ടിലൊരു 2 നില വീട് വെക്കുക, വന്ന് പിന്നെ അയൽവക്കക്കാരുടെ കുറ്റം പറഞ്ഞ് സഭയിൽ മഴക്കുണ്ടാക്കി, ശിഷ്ടകാലം സുഖപ്രദം. അതേസമയം ഇന്നത്തെ തലമുറ 60 വയസ്സ് വരെ അധ്വാനിച്ചാൽ, 70 വയസ്സ് വരെ അധ്വാനിച്ചാൽ അവൻ്റെ EMI അടഞ്ഞു തീരുമോ? പണ്ട് കാലത്ത് മോൻ അപ്പനെ വിളിച്ചിട്ട് പറയാം, അപ്പ എനിക്കിവിടെ ജോലിക്ക് ബുദ്ധിമുട്ടാണ്. മോനെ നീ ഇങ്ങ് കയറി പോരടാ, നമുക്കിവിടെ ഒരു പലചരക്ക് കട നടത്താം, 2 കപ്പ ഇട്ടായാലും നമുക്കിവിടെ ജീവിക്കാം, നീ ധൈര്യമായിട്ട് കയറിപ്പോരാൻ പറയും. ഇന്ന് മോൻ വിളിച്ച് പറയാം, അപ്പ ഇവിടെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ, പൊന്നുമക്കളെ ആധാരം വെച്ചിട്ടാ നിന്നെ അങ്ങോട്ട് കയറ്റി വിട്ടെ, ദയവ് ചെയ്ത് ഈ വഴിക്കൊന്നും വന്നേക്കല്ലേ എന്ന് പറയും കേട്ടോ. സാഹചര്യം തിരിഞ്ഞു. അപ്പം അർബയുടെ പട്ടണമായിരുന്നു കാലേബിൻ്റെ കാലത്തെ പ്രശ്നമെങ്കിൽ, അക്സയുടെ കാലം വന്നപ്പോൾ കിരിയത്ത് സേഫർ ഇൻ്റലിജൻസിനകത്താണ്, ഇൻ്റലക്ച്വൽ റലത്തിലാണ്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ അനുഭവിച്ചതിനേക്കാൾ 1000 ഇരട്ടി നമ്മുടെ തലമുറകൾ അവരുടെ തോട്ട് പ്രോസസ്സിനകത്ത് അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അവരുടെ ചിന്തകൾക്കകത്ത് അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ സ്ട്രെസ് ലെവൽ, അവരുടെ ആങ്സൈറ്റി ലെവൽ, അവരുടെ ടെൻഷൻ, ആമേൻ, അത് ഭീകരമാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ആരും അധികം കൂടുതൽ ചോദിക്കത്തില്ല. ഒരു 5 വർഷം മുമ്പ് വരെ എത്ര A+ ഉണ്ട് അത്രയുമേ ചോദിക്കത്തുള്ളൂ. ഇപ്പോൾ A+ അല്ല ചോദിക്കുന്നത്, ആമേൻ, 98 പോയിൻ്റ് എത്രയുണ്ട്, 99 പോയിൻ്റ് എത്രയുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്ത് പറഞ്ഞത് 0.5 മുകളിലുള്ളതല്ല അടുത്ത ഡിജിറ്റിലേക്ക് ഇട്ടേരെ, 0.5 താഴെ ഉള്ളതല്ല താഴത്തെ ഡിജിറ്റിൽ ഇട്ടേരെ, പോയിന്റ് കഴിഞ്ഞുള്ളത് വിട്ട് കളഞ്ഞേര്. ഇപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 4 പൂജ്യത്തിന് അപ്പുറം കിടക്കുന്നതിനും ജീസസ്, ആമേൻ. അപ്പം കാലേബ് പറഞ്ഞു, എൻ്റെ മകൾ അക്സയ്ക്ക് ഞാൻ കിരിയത്ത് സേഫർ പിടിക്കുന്നവനെ കൊടുക്കുമെന്ന് പറഞ്ഞു. കിരിയത്ത് സേഫർ പിടിച്ചു. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് മുമ്പോട്ട് പോകാം. കിരിയത്ത് സേഫറിൻ്റെ പേര് മാറ്റി. അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 15-ാം വാക്യം, അതിൻ്റെ യോശുവ 15:15, അവിടെ നിന്ന് അവൻ ദബീർ നിവാസികളുടെ നേരെ ചെന്നു. ദബീരിൻ്റെ പേർ മുമ്പേ കിരിയത്ത് സേഫർ എന്നായിരുന്നു.
അമേൻ. അപ്പോൾ സിറ്റി ഓഫ് ബുക്സിൻ്റെ പേര് മാറ്റി ദെബീർ എന്നാക്കി. ദെബീർ എന്ന വാക്കിൻ്റെ അർത്ഥം ഹോളി ഓഫ് ഹോളീസ്, വിശുദ്ധികളിൽ വെച്ച് ഏറ്റവും വിശുദ്ധമായിരിക്കുന്ന സാങ്ച്വറി എന്നാണ് പറഞ്ഞത്. അമേൻ. എന്ന് പറഞ്ഞാൽ ബുദ്ധിമണ്ഡലങ്ങളിലെ പോരുകൾക്കകത്ത് വിശുദ്ധിയുടെ ആത്മാവിനെ റിലീസ് ചെയ്തുകൊണ്ട് ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ബുദ്ധിമണ്ഡലത്തിലെ പോർത്തലങ്ങൾ മാറി ബുദ്ധിക്കകത്ത് വിശുദ്ധി വ്യാപരിക്കട്ടെ, ചിന്തകൾക്കകത്ത് വിശുദ്ധി വ്യാപരിക്കട്ടെ. യെസ്, എല്ലാ കുഞ്ഞുങ്ങളും അധരം തുറന്ന് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച്, എൻ്റെ മൈൻഡ് ഹോളി ആകട്ടെ, എൻ്റെ മൈൻഡ് ഹോളി ആകട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരാം. കിരിയത്ത് സേഫറിനെ പിടിച്ച് ദെബീരാക്കി ആര്? ഒഗ്നിയൽ. കിരിയത്ത് സേഫർ പുസ്തകങ്ങളുടെ പട്ടണത്തെ വിശുദ്ധിയുടെ നഗരമാക്കി തീർത്തു. ആര്? ഒഗ്നിയൽ. കാലങ്ങൾ കഴിഞ്ഞു, കാലേബ് മരിച്ചു, യോശുവ മരിച്ചു, ന്യായാധിപന്മാരുടെ കാലം എഴുന്നേൽക്കുകയാണ്. 8 വർഷം ശത്രു ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്തു. പെട്ടെന്ന് ദൈവം ഒരുത്തൻ്റെ മേലെ അഭിഷേകം ചെയ്തു. ആദ്യത്തെ ന്യായപാലനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിയത് ആരുടെ മേലാണെന്നറിയാമോ? ഒഗ്നിയേലിൻ്റെ മേലാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ പറയട്ടെ, ആമേൻ, നമ്മുടെ തോട്ട് റലം, നമ്മുടെ മൈൻഡ് റലം വിശുദ്ധമായി സൂക്ഷിച്ചാൽ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേലായിരിക്കും വീഴുന്നത്. കാലഘട്ടത്തിൻ്റെ ദൗത്യങ്ങളെ ദൈവം നമ്മുടെ മേലായിരിക്കും നൽകുന്നത്. ആമേൻ. കീപ് യുവർ മൈൻഡ് ഹോളി, കീപ് യുവർ തോട്ട്സ് ഹോളി. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ ഭാഗം പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. ഇംഗ്ലീഷ് ഒന്ന് മേലിടാ മോനെ. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. എന്നിട്ട് പറയുകയാണ്, as it is said to this day, in the mount of the Lord it shall be seen. ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ദൈവത്തെ കാണുമെന്നല്ല പറഞ്ഞത്, ദൈവത്തിൻ്റെ പർവ്വത, and in the mount of the Lord it shall be seen. എന്ത് കാണും? it shall be യഹോവ ഇരേ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി വരുന്നിടത്തൊക്കെ എന്തോ കാണും? ദൈവത്തിൻ്റെ കരുതൽ കാണും. അബ്രഹാം പറഞ്ഞു, ദൈവം കരുതും. നാട്ടുകാരെല്ലാം പിന്നെ പറഞ്ഞു, ആ പർവ്വതത്തിൽ പോകാമെങ്കിൽ ദൈവത്തിൻ്റെ കരുതല് കാണാം. അബ്രഹാം ഇട്ടത് അതിന് പേരായി. എന്തുകൊണ്ടാണ് പേരായതെന്നറിയാമോ? 22-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ പരീക്ഷയായിരുന്നു. പരീക്ഷിക്കാൻ വിളിച്ചപ്പോഴും അബ്രഹാം എന്ത് ചെയ്തെന്നറിയാമോ? വിളി കേട്ടു. പരീക്ഷിക്കാൻ വിളിച്ചപ്പോഴും അബ്രഹാം വിളി കേട്ടു. പുറപ്പെടാൻ വിളിച്ചപ്പോഴും വിളി കേട്ടു. അനുഗ്രഹിക്കാൻ വിളിച്ചപ്പോഴും വിളി കേട്ടു. വാഗ്ദത്തം കൊടുക്കാൻ വിളിച്ചപ്പോഴും വിളി കേട്ടു. പരീക്ഷിക്കാൻ വിളിച്ചപ്പോഴും വിളി കേട്ടു. അബ്രഹാമിൻ്റെ കൃപ നമുക്കും ഉണ്ടാകട്ടെ. എന്തിനു വിളിച്ചാലും വിളി കേൾക്കുക. പരീക്ഷിക്കാൻ വിളിച്ചപ്പോഴും വിളി കേട്ടു. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 22-ാം വാക്യത്തിലേക്ക് 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. ആ മലയ്ക്ക് ദൈവം കൽപ്പിച്ച പേരെന്താണെന്നറിയാമോ? ഹോമയാഗത്തിൻ്റെ മല. പരീക്ഷയുടെ ദിവസത്തിൽ ഹോമയാഗത്തിൻ്റെ മലയിലെത്തി. ഹോമയാഗം എന്ന് പറഞ്ഞാൽ സർവാംഗം കത്തി അമർന്ന് ചാരമായി തീരുക, അഡ്രസ് ഇല്ലാതായി തീരുക, DNA പോലും ശേഷിക്കാതെ, ഒരു ജനറ്റിക്കൽ ലെഗസിയും ശേഷിക്കാതെ പൂർണ്ണമായി എന്ത് ചെയ്യുക? കത്തി അമരുക. അബ്രഹാമിൻ്റെ പരീക്ഷയുടെ ദിനത്തിൽ അബ്രഹാമിനെ ദൈവം മല കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ ചെന്ന് നിൻ്റെ മകനെ കത്തിച്ച് ചാരമാക്കിയേക്കാൻ പറഞ്ഞു. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ പരീക്ഷാ ദിനം, ഹോമയാഗത്തിൻ്റെ ദിവസം. അന്ന് അബ്രഹാം അവിടേക്ക് യാത്ര പുറപ്പെട്ടു. തൻ്റെ കൂടെയുള്ള ബാല്യക്കാരുടെ അടുക്കൽ പറഞ്ഞു, ഇതെൻ്റെ പരീക്ഷാ ദിനം. ആണോ? അല്ല. ഞാനും ബാലനും അവിടെ പോയി ഹോമയാഗം കഴിക്കാം പറഞ്ഞോ? ഇല്ല. താൻ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച്. തൻ്റെ പരീക്ഷയുടെ ദിനത്തെ നോക്കി താൻ പറഞ്ഞു, വർഷിപ്പ്.